സാർ, താങ്ക് യു. ഒരു നല്ലൊരു ദിവസം, നല്ലൊരു വേദി, നല്ല നല്ല പുതിയ മുഖങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം. ആർസിഎമ്മിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നും പോസിറ്റീവായിട്ട് മൈൻഡുള്ള ഒരുപാട് ആളുകളെ കാണാനായിട്ട് പറ്റുന്നു, അവരോട് സംവദിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ ഇത് ഒരു ക്ലാസ് ആണ്. നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികൾ പോലെ പഠിക്കാനായിട്ട് മുമ്പിലിരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി മാറി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വളരാനും, അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ, ഐഡിയാസ് ഷെയർ ചെയ്യും. ഒരുപാട് അറിവുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നിരുന്നാലും നമ്മുടെ കത്തി മൂർച്ച കൂട്ടുന്നത് പോലെ നമ്മളിത് മൂർച്ച കൂട്ടല് എപ്പോഴും നല്ലതാണല്ലേ. അപ്പൊ നമ്മളൊരു കാര്യത്തിലേക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫോക്കസ് കിട്ടും. അപ്പൊ ഏറ്റവും നല്ലത് ഒരു പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ, ആരായിക്കോട്ടെ, ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ വീഡിയോ ഓണാക്കി ഇരിക്കല് ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു പുസ്തകവും ഒരു പേനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതില് നല്ല പോയിന്റ് ഒക്കെ നമുക്ക് കിട്ടും. നമ്മുടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ലിക്ക് ആവണ ഒരു പോയിന്റ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്കത് എഴുതിയെടുക്കാനൊക്കെ റെഡി ആവും അല്ലെ. എത്ര ആളുകളാണ് മാനസികമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിലുണ്ട് എന്ന് പറയുന്നവര്. അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു JRC നമ്മുടെ കമന്റിൽ ഇടാലോ അല്ലെ. എത്ര ആളുകൾ ശരിക്കും ഇപ്പോ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 152 ആളുകൾ ഇതിലുണ്ട്. പക്ഷെ ശരിക്കും മാനസികമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ആളുകൾ ഒന്ന് ചാറ്റില് JRCM, ഗുഡ് RCM, അങ്ങനെ ഏതെങ്കിലും ഒരു മെസ്സേജ് ഇടും, നോക്കട്ടെ എത്ര ആളുകൾ ശരിക്കും ഇവിടെ ഉണ്ട്. വിനീത സത്യൻ ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ എന്തായാലും സന്തോഷം. എല്ലാവരും നമ്മള് ഒരു കുട്ടിക്ക് നമ്മളൊരു മിഠായി കൊടുത്താൽ കുട്ടി പറയും താങ്ക് യു എന്ന് പറയും. എന്നാ കുട്ടിക്ക് നന്ദിബോധം ഉണ്ട്. നമുക്ക് ഇത്ര വലിയ, ഞാൻ പറയുന്നത് ഈ സൂമൊക്കെ നമ്മൾ പൈസ കൊടുത്ത്, ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കണം, എന്നാലാണ് ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. വെരി ഗുഡ്. ഇഷ്ടം പോലെ 100-ലധികം ആൾക്കാർ ആക്റ്റീവാടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ബാക്കിയുള്ളവർ ഇതൊക്കെ RCMന്റെ ഒരു ശീലങ്ങളിൽ പെട്ടതാണ്. ഇന്നത്തെ ടോപ്പിക് എൻ്റെ എക്സ്പീരിയൻസ് പറയുക എന്നുള്ളതിൽ ഉപരി ഞാൻ RCMലേക്ക് വന്നത്, ശരിക്കും ഞാൻ RCMലേക്ക് വന്നത് ഞാനല്ല ഈ RCM ബിസിനസ് തുടങ്ങി വെച്ചത്. എൻ്റെ ഉപ്പയും ഉമ്മയും ആണ്. എൻ്റെ പേര് റമീസ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് എൻ്റെ സ്വദേശം. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഒരിക്കലും ഈ ബിസിനസ്സിലേക്ക് വരരുത് എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് അല്ലെ. നമ്മുടെ മക്കളൊക്കെ RCMലേക്ക് വരുമോ തുടക്കത്തിൽ? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാനായിരുന്നു മൊത്തം എതിർത്തത്, ഫുള്ള് എതിർത്തത്. പക്ഷെ RCMന്റെ ഒരു സാധ്യത ഒരു പ്രോഗ്രാമിൽ മനസ്സിലാവുകയും പതുക്കെ RCM കുറിച്ച് പഠിക്കുകയും, അങ്ങനെ RCMൽ ഞാൻ ഒരു 4.5 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ എനിക്കുണ്ട്. പതുക്കെയാണ് RCMന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പഠിപ്പിക്കുന്ന ഒരു എന്താ പറയാ മദ്രസ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഫുള്ളി RCMലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത് ഫോക്കസ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് RCMലേക്ക് വന്നത്. അപ്പോ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒരു പേൾ എന്നുള്ള ഒരു ടെക്നിക്കൽ ലെവൽ അച്ചീവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിലൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ, ടെക്നിക്കലിൽ വന്നാലും ഞാൻ പഠിച്ചൊരു കാര്യം, ടെക്നിക്കലിൽ ഞാൻ ബിഗിനറാണ്. ടെക്നിക്കലിന് 10 ലെവൽ ഉണ്ടല്ലോ, ഈ 10 ലെവൽ ഫസ്റ്റ് ലെവൽ ബിഗിനർ ആയിട്ടുള്ളൂ നമ്മൾ. അപ്പൊ എത്ര ഇനി ഉയരാണ്ട്, അപ്പൊ എത്ര ഞാൻ പഠിക്കാണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണ്, പ്രാവർത്തികമാക്കാണ്ട്. സുഭാഷ് സാറ് വെരി ഗുഡ്. ഒരുപാട് ആളുകൾ 62ഓളം കമന്റ് വന്നു. കൈ പൊന്തിച്ച ആളുകളുണ്ട്. ഇങ്ങനെ കൈ പൊന്തിച്ച ആളുകൾക്ക് കൈ താഴ്ത്താം. അപ്പൊ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് ജാമ്യം ഞാൻ നേരത്തെ എടുക്കുകയാണ്, കാരണം കറണ്ട് ഒരു വിഷയമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും മഴ പതുക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോവും. അപ്പോൾ ആ സമയത്ത് ചെറിയ ലാഗ് വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ സാർ അത് ഇടപെട്ടോളും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശൈലി ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഇതേ പാറ്റേൺ ആയതുകൊണ്ട് അത് ആ ശൈലിയോടെ എടുക്കുകയാണ്. ഞാൻ കുറെ സാറ് പറഞ്ഞിട്ട് ഞാൻ കുറെ മാറ്റി. എന്നിരുന്നാലും ക്ലാസ് അതിങ്ങനെ ഒഴുക്കിലങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അധികം ആളുകളോട് സംസാരിക്കാത്തൊരു വ്യക്തി, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരുന്നു എന്ന് പറയണേ. അപ്പൊ അധികം ആളുകളോട് സംസാരിക്കാത്തതുകൊണ്ട് ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു മര്യാദ അല്ലെങ്കിൽ ആ പാറ്റേൺ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഒരുപാട് ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒരു നല്ലൊരു സൗഹൃദം എനിക്കുണ്ടായത്. അപ്പൊ അതിൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം കൂടി ഏറ്റെടുക്കണം. പിന്നെ ഇന്നത്തെ ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്. ആ പ്രസന്റേഷനിലൂടെ
കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം കുറെ ആളുകൾക്ക് അത് കുറെ ആളുകൾക്ക് അത് എഴുതിയെടുക്കാൻ കൂടുതൽ സൗകര്യമാവും എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്ലാസ് കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണമെങ്കിൽ മനസ്സിലും ഹൃദയത്തിലൊക്കെ ഉണ്ടാവണല്ലോ. അങ്ങനെ തങ്ങി നിൽക്കാൻ നല്ലതാണെന്നുള്ള രീതിയിൽ ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് അല്ലെ. അപ്പൊ അതിനു മുമ്പ് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. എന്റെ പേര് മറന്നിട്ടില്ലല്ലോ, എന്റെ പേര് റമീസ് എന്നാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോ ആദ്യമായിട്ട് പറയുന്നത് നമുക്കൊരു ഇപ്പൊ ഒരു ടെക്നിക്കൽ ലെവൽ എന്നുള്ള ലെവലിലേക്ക് എത്തി, പേൾ എന്നുള്ള ലെവലിലേക്ക് എത്തി. ആർസിഎമ്മിന്റെ 12ാമത്തെ പൊസിഷനാണ് പേൾ. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാം. ആർസിഎമ്മിൽ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ അത് ഒരു ദിവസം കൊണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ ഡയമണ്ട് ആയില്ലല്ലോ, അല്ലെങ്കിൽ സ്റ്റാർ പേൾ ആയില്ലല്ലോ. അത് ഒരു ദിവസത്തിൽ എനിക്ക് എത്താൻ പറ്റുന്ന ഒരു വിഷയം ആണോ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്താൻ പറ്റും, ഒരു വർഷത്തിൽ എനിക്ക് എത്താൻ പറ്റുന്നതാണോ? അപ്പൊ അതിനൊരു കൃത്യമായ സമയം നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ അത് എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും പണ്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ അലാറാം വെക്കാറില്ലേ? അലാറാം അടിച്ചിട്ട് കിടന്നുറങ്ങിയ ആളുകളല്ലേ നമ്മളെല്ലാവരും. അലാറം അടിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും കിടന്നുറങ്ങും അല്ലെ? അങ്ങനെയുള്ള ആളുകളല്ലേ? അങ്ങനെ അറിയിട്ടില്ലേ നമ്മള് അല്ലെ? അപ്പൊ നമുക്ക് ജോലി ഉണ്ട്, പക്ഷെ നമ്മൾ അലാറം അടിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിയിട്ടുണ്ട്. ട്യൂഷൻ ഉണ്ടായിരുന്നു, അലാറം അടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നാളെ ഒരു ടൂർ ഉണ്ട്. നമ്മൾ നാളെ ടൂർ പോവാണ്, മലമ്പുഴ അല്ലെങ്കിൽ ഒരു ഡൽഹി അല്ലെങ്കിൽ ഒരു രാജസ്ഥാൻ കമ്പനി കാണാൻ പോവാണ്. അപ്പൊ 5 മണിക്ക് അലാറം. സത്യം പറയാം, എപ്പോഴാണ് നമ്മൾ എണീക്കുക? നമ്മള് അലാറം അടിച്ച് ഉറങ്ങുമോ? നമ്മളവിടെ വേണ്ട, അലാറം അടിച്ച് ഉറങ്ങല്ല അവിടെ ഉണ്ടാവും. നമ്മൾ അലാറം അടിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേൽക്കും അല്ലേ? എന്താണ് അവിടെ ഉണ്ടാകുന്നത്? അതിന്റെ പറയുന്ന സ്ലീപ്പ് അലാറം എന്ന് വെച്ചാൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ആ കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ വേണം നമ്മൾ ആർസിഎമ്മിനെ അല്ലെ, ഉറക്കം വരില്ല എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. അപ്പൊ നമുക്കത് ഉറക്കം വരില്ലല്ലോ അല്ലെ? അതെന്താണ്? ആ ഒരു കാര്യം ചെയ്യണം വളരെയധികം എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു രീതിയിൽ, ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ആർസിഎം നമ്മൾ ആ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യണത്. ഹലോ, അല്ല, നമ്മൾ ഒരാള് നിർബന്ധിച്ചിട്ടല്ല നമ്മൾ ആർസിഎമ്മിലേക്ക് വരേണ്ടത്, അല്ല മീറ്റിങ്ങുകളിലേക്ക് വരേണ്ടത്, സ്വാഗതം പറയേണ്ടത്, കമന്റ് പറയേണ്ടത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ലീപ്പ് അലാറം മെന്റാലിറ്റിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പൊ ഐ തിങ്ക് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോ ആക്കിയിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇതെല്ലാതും ആർസിഎമ്മിൽ വിജയിക്കുക എന്നുള്ളത് ബേസിക്കലി ഒരു ശീലങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക. ചില ആളുകൾക്ക് നേരം വൈകി എത്തലാണ് ശീലം, ചില ആളുകൾക്ക് നേരത്തെ എത്തലാണ് ശീലം, ചില ആൾക്ക് വീഡിയോ ഓഫ് ആക്കലാണ് ശീലം, ചില ആൾക്കാർക്ക് വീഡിയോ ഓൺ ആക്കലാണ് ശീലം, ചില ആളുകൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യലാണ് ശീലം, ചില ആൾക്ക് ക്ലാസ് ഇഷ്ടമേ അല്ല, ചില ആളുകൾക്ക് എഴുതൽ നല്ല ഇഷ്ടമാണ്, ചില ആൾക്ക് എഴുതേണ്ട കാര്യം ചിന്തിക്കുകയേ വേണ്ട അല്ലെ? അപ്പൊ എന്തായാലും ഇതെല്ലാം ശീലങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ശീലങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ആ ഒരു ചെറിയ ഒരു ടോപ്പിക് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം ആവും എന്നുള്ള രീതിയിലാണ്. വെരി ഗുഡ്. എന്തായാലും നമ്മുടെ കമന്റ് ഇടുന്നവർക്ക് എൻ്റെ പ്രത്യേക നന്ദി നമ്മൾ അറിയിക്കുകയാണ്. അവരാണ് കൂടുതൽ അല്ലെ? നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ അറ്റൻറ്റീവ് ആയിരിക്കും. വെരി ഗുഡ്. അപ്പോൾ ഇന്നെൻ്റെ ടോപ്പിക്കിന്റെ പേരാണ് ലിറ്റിൽ തിങ് മാറ്റേഴ്സ്. ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ, ബിഗിനറാണ് ടെക്നിക്കലി. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെ, വളരെ ചെറിയ കുറച്ച് മൈന്യൂട്ടായ കാര്യങ്ങൾ. ഇന്ന് വലിയ ക്ലാസ് ഇല്ല, ഇന്ന് ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയും പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം. ഇത് ഇത്തിരി കൂടി ആർസിഎമ്മിൽ ആക്റ്റീവായ ആളുകൾക്കാണ് പെട്ടെന്ന് കണക്ട് ആവുക. ഇത്തിരി കൂടിയും ആർസിഎമ്മിൽ ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ള ആളുകൾക്കാണ് വളരെ വലിയൊരു പൊസിഷൻ അച്ചീവ് ചെയ്യണം, അവർക്കാണ് ഒന്നുകൂടി കണക്ട് ആവുക. ഒരു ട്രെയിനിങ് സബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ആർസിഎമ്മിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു കാതലായ വശമാണ് നമ്മളൊന്ന് സംസാരിക്കാം. യെസ്, ഉണർന്ന് തുടങ്ങുകയാണ്. യെസ്, വെരി ഗുഡ്. ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കുകയും വലിയ വിജയങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ വേണമെന്ന് നാം മനസ്സിലാക്കിയത് തെറ്റാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്.
ഇപ്പൊ ആക്സിമിൽ ഒരു പൊസിഷൻ ഉണ്ട്, ഒരു റോയൽറ്റി എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ഒരു മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഉണ്ട്. ഈ ഒരു പൊസിഷൻ ഒരിക്കലും എന്തില്ല, ഒരു ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്ന ഒരു വിഷയമുണ്ട്, 10ാം ക്ലാസ്സിൽ തോക്കുമെന്ന് പേടിച്ച് ഞാൻ 2ാം ക്ലാസ്സിലെ പഠിപ്പ് നിർത്തി. ഇതാണ് പല ആൾക്കാരും പ്രശ്നം. അവരെന്ത് ചെയ്യും, വലിയ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ഡയമണ്ടിന്റെ പണി ഇപ്പന്നെ എടുക്കണം, ഡയമണ്ടിന്റെ പി വി ഇപ്പന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നീ ഇപ്പൊ ഏത് പി വി ഉണ്ടോ, ബിഗിനറിന്റെ പി വി ഉണ്ടാവുന്നാ മതി. ബിഗിനറിന് എത്ര പി 5000, 5000 പ്ലസ് 15000, ടോട്ടൽ 20000. ഇത് നീ ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ കോടിയുടെ പി വി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ 10ാം ക്ലാസ് പരീക്ഷ ഇപ്പൊ എഴുതണം, 2ാം ക്ലാസ് കുട്ടി 2ാം ക്ലാസ് പരീക്ഷ എഴുതിയാൽ മതി. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വലിയ എന്തോ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, നമ്മൾ ഇവിടെ ചെറിയൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലേ, എന്താണത്? ഓരോ വലിയ സ്റ്റെപ്പാണ്, പക്ഷെ അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിരിക്കുന്നു. അപ്പോ ചെറിയ ബിഗിനർ ആകുന്നു, അല്ലെങ്കിൽ 1000 പി വി ഗ്രോത്ത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അടുത്ത മാസം ഒരു ജോയിനിങ് വന്നു, ഒരു ഡിസ്പ്ലേ വാൾ വന്നു. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും വലുതാവുക. ഈ ചിന്താഗതി നമുക്ക് വേണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും ഒരു ബേബി സ്റ്റെപ്പ് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ വെക്കാനായിട്ട് പറ്റണം. നമ്മൾ മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് പ്രധാനം, നിർത്തുക എന്നുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, നിർത്താതിരിക്കാൻ വേണ്ടി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബേബി സ്റ്റെപ്സ് എല്ലാ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി, RCMന് വേണ്ടി ബേബി സ്റ്റെപ്പ്. അല്ല, ഒരു കുട്ടി നടക്കുന്നത് പോലെ അല്ലെ. ഒരു കുട്ടി ഇപ്പൊ നല്ല രീതിയിൽ ഓടൊന്നുമില്ല, പിന്നെ കുട്ടിക്ക് എന്താ ഭക്ഷണം നമ്മൾ കൊടുക്കുക? തേനോ അല്ലെങ്കിൽ കുറുക്കോ അങ്ങനത്തെ ആണ്. ബിരിയാണി കൊടുക്കുവോ? ഇല്ല. ബിരിയാണി നല്ല നല്ല ബിരിയാണിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക? ഇല്ല, നമ്മൾ കൊടുക്കില്ല. ആ കുട്ടിക്ക് അതുപോലെയാണ് RCM. ബിഗിനർ ചെയ്യുന്ന ബിഗിനറുടെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ അതെങ്ങനെ ഞാൻ ചെയ്യാന്ന് വെച്ചപ്പോ തലൊക്കെ കറങ്ങി വീഴാണ് പല ആളുകളും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മള് ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. എന്നും ചെയ്യുന്നുണ്ടോ, നിരന്തരമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാണെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൊണ്ടുവരിക. അതാണ് കൺസിസ്റ്റന്റ് ഡെയിലി ആക്ഷൻ. എല്ലാ ദിവസവും നമ്മൾ RCMന് വേണ്ടി എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ പഠിക്കണം. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒന്ന്, നമുക്കൊരു ശരീരഭാരം കുറയ്ക്കണം. നല്ല തടിയുണ്ട്, ശരീരഭാരം കുറയ്ക്കണം. ഒറ്റ ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. പതുക്കെ പതുക്കെ നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്തു, എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് RCMൽ ഒരു സംരംഭകനാണ്, ഒരു ലീഡർ ആവണം എന്നാണ്. പതുക്കെ പതുക്കെ ബിഗിനർ ആകുന്നു, സ്റ്റാർട്ടർ ആകുന്നു, ഓപ്പണർ ആകുന്നു, അങ്ങനെ ഈഗിൾ ആകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഒരു ചാമ്പ്യൻഷിപ്പ് നേടണം, ഒരു ഗുസ്തി മത്സരം ചാമ്പ്യൻഷിപ്പ് നേടണം. എത്ര ട്രെയിനിങ്ങുകൾ പോകണം, അവിടെ പോകണം, പഠിക്കണം, ചെയ്യണം. നിരന്തരമായിട്ട് മാസങ്ങളുടെ ട്രെയിനിങ്, വർഷങ്ങളുടെ ട്രെയിനിങ് ആവശ്യമുണ്ടാവും നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് നേടാം. അപ്പൊ ഇതെന്താണ് ഇനി മനസ്സിലാക്കുന്നത്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ കൊണ്ടുവന്നാലാണ് വലിയ ഒരു വിജയം നമുക്ക് വരുള്ളൂ. RCM ഇത് സാധനം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? 1% ഗ്രോത്ത്. ഈ 1% ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. 1% നമ്മുടെ ജീവിതത്തിൽ 1% നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? 1%, ഒരേ 1%. ഈ 1% നമ്മൾ കൊണ്ടുവന്ന് എത്ര വലിയ ഡിഫറൻസ് ആണ് കൊണ്ടുവരിക. ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോവാണ്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കയറി, എല്ലാം ഒരു ആംഗിളിലാണ് പോവുക അല്ലെ, ഒരു ദിശയിലേക്കാണ് ഈ ഫ്ലൈറ്റ് പോവുക. അതിന് 1% മാറിയാലോ എന്തുണ്ടാവുക, എത്തേണ്ട പൊസിഷനിൽ എത്താൻ പറ്റുമോ? ചിലപ്പോ ഡൽഹിക്ക് പോയ ആള് കാണാം അമേരിക്കയിൽ പോയിട്ട് ഇറങ്ങുണ്ടാവുക അല്ലെ. അപ്പൊ എന്താണ്, 1% നമ്മൾ നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ് കൂട്ടിയോ, പഠനത്തിന് ശ്രദ്ധ കൊടുത്തോ, 1% നമ്മൾ വിളിച്ചോ അല്ലെങ്കിൽ കണ്ടോ, അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളിൽ 1% ഡിഫറൻസ് നമ്മൾ കൊണ്ടുവന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ശീലങ്ങളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കും മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസിന്റെ ശീലങ്ങളാണോ എന്നുള്ളതാണ് പ്രധാനം. ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ RCM റിലേറ്റഡ് ആണോ എന്നുള്ളതാണ് പ്രധാനം. ഞങ്ങൾ എല്ലാ ദിവസവും ഷോപ്പിൽ പോകുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ ഷോപ്പിൽ പോകുന്നുണ്ട്. പക്ഷെ ഷോപ്പിലോട്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ യൂട്യൂബിൽ അവിടെ സിനിമ കണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് RCMലേക്ക് വിജയിക്കാനുള്ളതാണോ എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. എങ്ങനെയാണ് ഒരു ശീലം രൂപപ്പെടുക? ഒരു ചിന്ത വരും, എനിക്കൊരു ചിന്ത വരും, ആ ചിന്ത സംസാരമായി മാറും,
ആ സംസാരം പ്രവൃത്തിയായി മാറും. ആ പ്രവൃത്തിയാണ് പിന്നെ പതുക്കെ അത് ശീലമായിട്ട് മാറും. ഈ ശീലങ്ങളാണ് നിങ്ങളെ ഭാവി എന്ത് ചെയ്യാം മാറ്റിമറിക്കുക. നിങ്ങൾ വിജയിക്കുന്ന ഒരാളാണോ അതോ ജീവിതത്തിൽ സാധാരണ ആളുകളായി മാറണോ എന്നുള്ളത് ചിന്തിക്കുക. എന്താണ് ഈ ശീലങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ശീലങ്ങളിലാണ് നമ്മൾ എന്ത് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മളെ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പഠിക്കണം. എന്താണ് പാറ്റേൺ ബ്രേക്ക് ചെയ്യുക? നമ്മളൊരു പൊട്ട ശീലം കൊണ്ടുവരുന്ന ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എല്ലാം ഒരു പാറ്റേൺ പോലെ, ഒരു ചങ്ങല പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് മാറ്റാനായിട്ട് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. യെസ്, ഇതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇത്രയും കാലത്തെ സാമ്പത്തിക ശീലമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമ്പത്ത്. നിങ്ങൾ എത്ര രൂപ കയ്യിലുണ്ട്, ഇത്രയും വർഷത്തെ സാമ്പത്തിക ശീലത്തിന്റെ റിസൾട്ടാണത്. നിങ്ങളുടെ ആരോഗ്യശീലം, നിങ്ങളുടെ ഭക്ഷണശീലത്തിൽ കൊണ്ടുവന്ന നിങ്ങളുടെ നിങ്ങൾ ഭക്ഷണശീലത്തിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യം, നിങ്ങളുടെ തടി, നിങ്ങളുടെ ബോഡി, അതൊക്കെ എന്താണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ എത്രമാത്രം കൺട്രോൾ നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങളുടെ അറിവ് എന്നുള്ളത് ഇത്രയും കാലത്തെ പഠനശീലമാണ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി എത്ര സമയം മാറ്റി വെച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ശീലങ്ങളെ കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നുമില്ല, സാമ്പത്തില്ല, നല്ല ആരോഗ്യമില്ല, നിങ്ങൾക്ക് നല്ല അറിവുമില്ല, നിങ്ങൾക്ക് കഴിവുമില്ല, നോ പ്രോബ്ലം. പക്ഷെ ഇവിടുന്ന് നിങ്ങൾ പുതിയ ശീലങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ എത്ര അധികം ഉണ്ടായിരിക്കും അത്, അല്ലെ? വരുമാനം, സമ്പത്ത്, അറിവ്, ആരോഗ്യം, അംഗീകാരം ഇപ്പൊ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ ഇപ്പത്തെ നിങ്ങളുടെ അവസ്ഥ, ഇപ്പത്തെ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് എന്നുള്ളത് ഇത്രയും കാലത്തെയും ആയിട്ടുള്ള നിങ്ങളുടെ ശീലങ്ങളാണ്. ഇതേ ശീലത്തിലേക്ക് കൊണ്ടുപോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട് RCM ഈക്വൽ ടു ചേഞ്ച്. RCM എന്താണ്? ഒരു മാറ്റമാണ്. ഈ മാറ്റം വരണ്ടേ നമുക്ക്? യെസ്, ഈ മാറ്റം വരാം. യെസ്, ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ മാറ്റം കൊണ്ടുവരാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു നല്ല ശീലത്തെ രൂപീകരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു ശീലം നമ്മൾ കൊണ്ടുവരാനായിട്ട് പറ്റുക. ഹാബിറ്റ് ഫോർമേഷൻ. നല്ലൊരു ശീലത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇനിയുള്ള നമ്മുടെ കരിയർ, ഇനിയുള്ള ജീവിതം, ഇനിയുള്ള കഥ മാറാനായിട്ട് പോകുന്നത്. ഇപ്പോ ജീവിതം ഒരു സിനിമയാണെങ്കിൽ അതിന്റെ ഇന്റർവെല് കഴിഞ്ഞ ഭൂരിഭാഗം ആളുകൾ ഇന്റർവെല് കഴിഞ്ഞ ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇന്റർവെല് കഴിഞ്ഞു, ഇന്റർവെല് നോക്കുമ്പോ കഥ വളരെ മോശമാണ്. ഈ പടം ജയിക്കാനായിട്ട് പോകണില്ല. പക്ഷെ ഇനിയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, നിമിഷങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ, ശ്രദ്ധ കൊടുത്താൽ, ഫോക്കസ് ചെയ്താൽ ഈ സിനിമ വേണമെങ്കിൽ സൂപ്പർ ഹിറ്റാക്കി മാറ്റാനായിട്ട് പറ്റും. റെഡിയാണോ? ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ട ഇതാരുടെ സിനിമ? ഇത് നായകൻ ആരാണ്, നായിക ആരാണ്? നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് അടിപൊളി സിനിമയായിട്ട്, പ്രചോദനം നൽകുന്ന സിനിമയായിട്ട്, ആളുകൾക്ക് കോപ്പി അടിക്കാൻ, ആളുകൾക്ക് അത് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന, ഇൻസ്പിറേഷൻ ആവുന്ന സിനിമയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയാണെങ്കിൽ JRCM നമ്മൾ റെഡിയാണെങ്കിൽ. അങ്ങനെ കുറച്ച് ആളുകൾ റെഡി ആയിട്ടുണ്ട്. സീന മാഡം, വെരി ഗുഡ്. കുറച്ചാളുകൾ റെഡിയാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. നമ്മൾ റെഡിയാണ്, അല്ലെ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചോളൂ, ശീലങ്ങൾ വളരെ പതുക്കെയാണ് ഫോം ചെയ്യുള്ളൂ, ഉണ്ടാവുള്ളൂ, പെടുള്ളൂ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് പതുക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ശീലങ്ങൾ. ഓക്കെ, ഒരു പെട്ടെന്ന് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് തുടക്കത്തിൽ 1% വ്യത്യാസമാണെങ്കിൽ ബാക്കി എത്തുന്ന ഇതാണ്. പക്ഷെ തുടക്കത്തിൽ വളരെയധികം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ റിലേഷൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, പതുക്കെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ സംസാരിക്കുന്ന രീതികളിൽ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. ലീഡർഷിപ്പ്, ആളുകൾക്ക് നേതൃത്വം കൊണ്ടുവരുന്നതിൽ നമ്മൾ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? ഈ ശീലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ അതെന്താണ്? ഇത് ഹാബിറ്റായിട്ട് മാറുന്നു. അതിലുള്ള പതുക്കെ ആ സ്വഭാവമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ശീലമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അത് രൂപീകരിക്കപ്പെടുന്നത്. ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ്. ഇതിൽ തുടക്കത്തിൽ അത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് 0ആണ്. കണ്ട ഗ്രാഫ് ഇങ്ങനെ ഡോട്ട് അതാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിസൾട്ട് അതിന് ആ ഗ്രാഫ് മുകളിലേക്ക് പൊന്തിടുന്നില്ല. കുറച്ച് കഴിഞ്ഞാലോ ഗ്രാഫ് ഒരു കുത്തനെയാണ് എന്ത് ചെയ്യുന്നത്, ഉയരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു അടിത്തട്ടില ശീലങ്ങൾ തുടങ്ങിയുള്ളൂ, അടിത്തട്ടിലാണ്. RCMലേക്ക് വന്നുള്ളൂ, വരുമാനം വന്നു തുടങ്ങിയോ? വരുമാനം ചെറിയ വരുമാനങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ആ വരുമാനത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ കേട്ടില്ലേ, വലിയ ലീഡേഴ്സ്, ടെക്നിക്കൽ അച്ചീവേഴ്സ്, റോയൽറ്റി അച്ചീവേഴ്സ്, അവർക്കൊക്കെ വലിയ വരുമാനം വരുന്നത് കണ്ടു. പക്ഷെ നമ്മൾ വൈറ്റൽ ലെവലുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂ ആവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ഇതൊന്നും മുകളിലോട്ട് പൊന്തും. ഈ അടിയിലുള്ള വര, റൺവേയിലൂടെ
RCM വണ്ടി ഓടുകയാണ്. അവിടെ പറയുന്ന പേരാണ് നിരാശയുടെ താഴ്വര. എന്താണ് പറയാ? നിരാശയുടെ താഴ്വര എന്ന് വെച്ചാല് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കിന്റെ വഴക്കിന് എന്താ അനുപാതത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, റിസൾട്ട് കിട്ടുന്നില്ല. ഇനി നമ്മൾ നല്ല ശീലങ്ങൾ കൊടുന്നില്ലെങ്കിലോ എന്താണ്, നമ്മൾ അടിയിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. നമ്മുടെ ശീലങ്ങൾ കൊടുന്നില്ല, ഡിക്ലൈൻ 1% അടിയിലേക്കാണ്, വിമാന അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒന്നും കാണില്ല. പക്ഷെ കുറച്ചു കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഒരു എഫേർട്ട് എടുത്തിരുന്നാൽ അത് പതുക്കെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ശീലങ്ങളും ലക്ഷ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ലക്ഷ്യങ്ങൾ വേണം, നിർബന്ധമാണ് RCMൽ. പക്ഷേ ലക്ഷ്യങ്ങളും മോട്ടിവേഷനും കൂടി ഉണ്ടെങ്കിൽ RCM വിജയിക്കാം എന്ന് ചില ആളുകൾ മനസ്സിലാക്കി. അത് തെറ്റായ കാര്യമാണ്. അതങ്ങനെയല്ല. എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ മാത്രം പോരാ. ലക്ഷ്യങ്ങൾ മാത്രം ഉണ്ടായാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നോക്കി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്നിക്കോ, ലക്ഷ്യങ്ങൾ മാത്രം മതി എന്ന് പറയൽ എന്താണ്? ഇപ്പോ നമ്മുടെ ബസ്സില് ഒട്ടിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി, തൃശ്ശൂര്, പാലക്കാട് എന്നൊക്കെയുള്ള ബോർഡൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. വണ്ടി ഇവിടെ എത്ര മണിക്ക് എത്തും? എത്ര മണിക്ക് എത്തില്ല, വണ്ടി എടുക്കാൻ തന്നെ പോകില്ല. അപ്പൊ ഇല്ലേ, വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടും ഇല്ല, അതിൽ ഡ്രൈവറും ഇല്ല. അപ്പൊ ലക്ഷ്യമുണ്ട് എനിക്ക്. സാറേ എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേന് ഞാൻ മിനിമം സ്റ്റാർ പ്ലാറ്റിനായിരിക്കും. ലക്ഷ്യമുണ്ട് എനിക്ക്, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. അപ്പൊ പല ആളുകൾക്ക് ലക്ഷ്യമുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാനുള്ള ആളെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, കയറിയിട്ടില്ല. അപ്പൊ ലക്ഷ്യം മാത്രം ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധ മണ്ടത്തരാണ്. രണ്ടാമത്തതാണ്, ലക്ഷ്യങ്ങൾ തരുന്നത് താൽക്കാലിക മാറ്റം മാത്രമാണ്. എന്ന് വെച്ചാല് ലക്ഷ്യങ്ങളിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് ഓപ്പണർ ആവണം എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ ഓപ്പണർ ആവുന്നവരെ മരിച്ച് പണിയെടുക്കാനായിട്ട് പോവാണ്. അതുവരെ എനിക്ക് വേറെ ചിന്തകളില്ല സാറേ, ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്, എൻ്റെ വണ്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുകയാണ് എന്ന് നമ്മൾ പറയുന്നു. നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ ശ്രദ്ധയില്ല, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയില്ല, ഫുൾ ഫോക്കസ് RCMൽ തന്നെയാണ്. പക്ഷേ നമ്മളവിടെ ജീവിതം ആസ്വദിക്കാൻ എന്ത് ചെയ്തു, മറന്നുപോയി. അപ്പൊ നമ്മൾ ആ ഓപ്പണറിന്റെ മെഡൽ അങ്ങോട്ട് കിട്ടുമ്പോ യെസ് ഐ എം ഹാപ്പി, അവിടെ മാത്രം. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രം സന്തോഷിച്ചാൽ മതിയോ? ഒരു ദിവസം മാത്രം ഈ പറഞ്ഞ സമാധാനം മതിയോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എത്തുമ്പോൾ മാത്രം സന്തോഷിക്കുക എന്നുള്ളതല്ല പ്രധാനം. നമ്മൾ ആ വഴി അല്ലെ, നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു ജോയിനിങ് വന്നു, അതിൽ നമ്മൾ ഹാപ്പിനെസ് വേണം. 1000 PVയുടെ പ്രൊഡക്റ്റ് സെയിലായി, ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് സെയിലായി, നമുക്ക് അതിൽ സന്തോഷം വേണം. ഒരാളോട് നമുക്ക് പ്ലാൻ പറയാൻ പറ്റി, അതിൽ നമുക്ക് സന്തോഷം വേണം. അപ്പൊ നമ്മുടെ ആ വഴിയിലും നമ്മളെ പോകുന്ന ഓരോ ഗ്രോത്തിലും നമുക്ക് എന്ത് വേണം? സന്തോഷം വേണം. ഒരു മുറി വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ മുറി വൃത്തിയാക്കാൻ വളരെ മെനക്കെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ എന്തുണ്ടാവുക? വീട് പിന്നെയും അതാ പഴയ പോലെ കിടക്കുന്നു അല്ലേ? അപ്പൊ അതില് വലിയ കാര്യമില്ല. അപ്പൊ നമ്മള് ആ ഒരു ദിവസം കഷ്ടപ്പെടുക എന്നുള്ളതല്ല, നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ, അപ്പോൾ നമ്മൾ വീട് കെയർ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റുകയാണെങ്കിൽ പിന്നെ എന്നും റൂം വൃത്തിയായിട്ട് കെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എത്തുമ്പോഴല്ല സന്തോഷിക്കേണ്ടത്, നമ്മൾ ആ യാത്രയിലെ മൊത്തം എന്താണ്, സന്തോഷത്തിലായിരിക്കണം അല്ലെ? ഒരാൾക്ക് ഡൽഹിയിൽ എത്തണം, അല്ലെങ്കിൽ വാഗമൺ പോവാണ് നമ്മൾ, ആ വാഗമൺ എത്തിയിട്ട് വേണം സന്തോഷിക്കാൻ, അല്ല ആ ബസ്സിലെ സന്തോഷം തുടങ്ങണം. അതാ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ കാര്യമാണ്, ലക്ഷ്യം മാത്രം ഉണ്ടായുള്ള പ്രശ്നം. ലക്ഷ്യം നടന്നാൽ മാത്രമേ സന്തോഷം ലഭിക്കുള്ളൂ. നമ്മൾ പറഞ്ഞു ലഭിക്കുള്ളൂ. പ്രവർത്തനങ്ങളിലും സന്തോഷം കൊണ്ടുവരിക കേട്ടോ. നമ്മളത് പറഞ്ഞു, എഴുതിയെടുക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം എഴുതിയെടുത്തുന്നുള്ളൂ. ഓക്കെ. ദീർഘകാല പുരോഗതിയിൽ ലക്ഷ്യങ്ങൾ തടസ്സം വരുന്നു. ഇതാണ് നാലാമത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാല് നമ്മുടെ ലക്ഷ്യങ്ങൾ ദീർഘകാല പുരോഗതിയിൽ വലിയ പ്രശ്നങ്ങളായിട്ട് വരും. എന്ന് വെച്ചാല് ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ലക്ഷ്യം എന്നുള്ളത് ഇതാണ്, ടെക്നിക്കൽ ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു മാസത്തിൽ 50,000 രൂപ നമുക്ക് സ്ഥിര വരുമാനം കിട്ടണം. അപ്പൊ ടെക്നിക്കൽ ആയാൽ മതി. അപ്പൊ ടെക്നിക്കൽ ആവലാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ, ഈ ഒരു ലക്ഷ്യമെങ്കിൽ അവൻ ടെക്നിക്കൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഹൈബർനേഷനിൽ മാറും. എന്താന്ന് വെച്ചാല് പിന്നെ അവൻ പണിയെടുക്കാനായിട്ട് പിന്നെ ഉണ്ടാവില്ല. പിന്നെ അവൻ RCMന്റെ PT കാണുന്നില്ല, RCMന്റെ പ്രോഗ്രാമിൽ കാണുന്നില്ല. ലക്ഷ്യം അതാണ്, ടെക്നിക്കൽ ആയല്ലോ, പിന്നെന്താ പ്രശ്നമുള്ളത്? എനിക്ക് വരുമാനം വരുന്നുണ്ട്, പിന്നെന്താ പ്രശ്നമുള്ളത്? പിന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കും. പക്ഷെ നമുക്ക് ലക്ഷ്യം എന്നുള്ളത് ഈ ഒരു ലക്ഷ്യത്തിൽ ഒതുങ്ങി നിൽക്കാന്നല്ല, നമ്മൾ വളർച്ചയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെ? അടുത്ത മാസം എനിക്ക് പ്രോഗ്രസ് വേണം, എനിക്ക് ഇപ്പൊ ഞാൻ പേളായി, എനിക്ക് സ്റ്റാർ പേൾ ആവണം, എമറാൾഡ് ആവണം, സ്റ്റാർ എമറാൾഡ് ആവണം, റൂബി ആവണം, സ്റ്റാർ റൂബി ആവണം. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യം വലുതായിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ പ്രോഗ്രസ്സിലാണ്, ആ വളർച്ചയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് ഒരു ബിഗിനറായ വ്യക്തിയുടെ അടുത്ത് നമ്മൾ അടുത്ത മാസം 10,000 PV ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവന് ഓവർലോഡ് ആയിട്ട് തോന്നാം, തുടക്കക്കാരല്ലേ, തോന്നിയേക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ 1000 PV അധികം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ടീമിൽ 1000 PV കൂടിയാണ്, വെരി ഗുഡ്. ഈ മാസം സ്റ്റാർട്ടർ ആയില്ലേ, നോ പ്രോബ്ലം.
പക്ഷെ ഇത്ര ഗ്രോത്ത് ഉണ്ടോ, വെരി ഗുഡ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾ അവർക്ക് പൊസിഷൻ വൈസ് കമ്പൽ ചെയ്യുന്ന ഒരു പ്രവണത മാറ്റി ടീമിൽ ഗ്രോത്ത് ഉണ്ടല്ലോ, ആ ഗ്രോത്ത് നിങ്ങൾ കൊണ്ടുവന്നല്ലോ, അതിനെ നിങ്ങളൊരു ഭാഗവാക്കിയാക്കിയല്ലോ എന്നുള്ള ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. അപ്പൊ ലക്ഷ്യങ്ങൾ മാത്രം കൊണ്ടുവരിക എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ. ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താ അവസ്ഥ, മരിച്ചതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും വളരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടീം വളരുന്നുണ്ട്, പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട്, ഈ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. വെരി ഗുഡ്. ഇപ്പൊ ലക്ഷ്യങ്ങൾ മാത്രം ഉണ്ടായാലും പ്രശ്നങ്ങൾ മനസ്സിലായില്ലേ. ലക്ഷ്യങ്ങൾ വേണം വേണ്ടെന്നല്ല, പക്ഷെ ലക്ഷ്യങ്ങളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ലാതായുള്ള പ്രശ്നങ്ങളാണിത്. ഓക്കെ, ഇപ്പോ പല ആൾക്കാരും ഇനി ഈ ഒരു കാര്യമാണ് പറയാ, സാറൊക്കെ ശീലമൊക്കെ മാറണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് മാറണില്ലല്ലോ അല്ലെ. ഇത് നല്ല ശീലങ്ങൾ കൊണ്ടുവരണോ, അതെ അതിന് വേണ്ടിട്ട് തന്നെ നമ്മൾ ഇത്ര കാര്യം പഠിക്കാനും കേൾക്കാനും അറിയാനും ഒക്കെ ഇരിക്കുന്നത് അല്ലെ, പക്ഷെ അത് മാറണില്ലല്ലോ, അതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, ശീലങ്ങൾ മാറാത്തത് നമ്മൾ തെറ്റായ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മാറ്റാൻ എന്താ, അതിന്റെ തലം എന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ഉണ്ട് 3 നില, 1 2 3, അതിലത്തെ 1ാമത്തെ നിലയിലാണ് പ്രശ്നം, 3ാമത്തെ നിലയാണ് മാറ്റാൻ നോക്കുന്നത്. അതാ പറഞ്ഞത്, തെറ്റായ തലത്തിലാണ് നമ്മൾ ശീലങ്ങൾ മാറ്റാനായിട്ട് നോക്കുന്നത്. ഡയമെൻഷൻസ് നമ്മൾ ചെയ്യുന്ന ഡയമെൻഷൻ 2D 3D എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സാധനം തെറ്റാണ്. ഇനി രണ്ടാമത്തതോ, ശീലങ്ങൾ മാറ്റാനുള്ള ശ്രമം തന്നെ തെറ്റാണ്. അവൻ പ്രവർത്തിക്കുന്നത് എന്തില്ല, തെറ്റാണ്. ആ ശീലം, പുതിയ ശീലം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആ ശ്രമം തന്നെ എന്താണ്, തെറ്റാണ്. ഈ രണ്ട് തെറ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്വഭാവം അല്ലെങ്കിൽ പുതിയൊരു ശീലം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റാത്തത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി, നമുക്കത് വിശദീകരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടാ. അപ്പൊ നോക്കിക്കോ, എന്താണ് ഒന്നാമത്, തലം. എന്താണ് തലം നോക്കാം. 3 സർക്കിൾസ് കാണാം, റെഡ് വൈറ്റ് യെല്ലോ. ഈ 3 സർക്കിൾ കാണാം. ലാസ്റ്റത്തെയാണ് ഔട്ട്കം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഔട്ട്കം എന്ന് വെച്ചാൽ റിസൾട്ട് ആണ്. ഇപ്പോ ഒരാള് സ്റ്റാർ പ്ലാറ്റിനായി, അതാണ് റിസൾട്ട് അല്ലെ. പ്രോസസ്, രണ്ടാമത്തെ സർക്കിളാണ് പ്രോസസ്, പ്രക്രിയ. ഈ പ്രക്രിയ അതിനുവേണ്ടി അദ്ദേഹം ഹോം മീറ്റിംഗ് എടുക്കുന്നു, ആളുകളെ കാണുന്നു, സെയിൽ ചെയ്യുന്നു, മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നു, എന്താ നോട്ടുകൾ തയ്യാറാക്കുന്നു, ക്ലാസ്സുകൾ കൊണ്ടുവരുന്നു, ടീമത്തെ ആളുകളെ മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പഠിപ്പിക്കുന്നു, ട്രെയിനിങ്ങുകൾ കൊണ്ട് നടക്കുന്നു. അതാണ് പ്രോസസ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതാണ് അതിൽ വരിക. മൂന്നാമത്തെ ഐഡന്റിറ്റി. സ്റ്റാർ പ്ലാറ്റിനം, അദ്ദേഹം ഒരു ലീഡറായ ഒരു മനുഷ്യനാണ്. ഇതാണ് ഐഡന്റിറ്റി, വ്യക്തിത്വം. അദ്ദേഹം വ്യക്തിത്വം ആർസിമിലാണ്, അതാണ് വ്യക്തിത്വം. ഇപ്പൊ നമ്മൾ ഒരാളെ നോക്കുന്നു, നമ്മൾ നോക്കുന്നത് അർജുൻ സാറിനെയാണ് നോക്കുന്നത് വിചാരിക്കുക. നമ്മൾ അർജുൻ സാറിനെ നോക്കും, അർജുൻ സാർ എന്താണ്, ഇന്ന് സ്റ്റാർ എമറാൾഡാണ്, ഇത്ര ലക്ഷത്തോളം വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി. ഇത്രയും എന്താ വലിയ ഉയർന്ന റിസൾട്ട് അല്ലെങ്കിൽ ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അത് ഇഷ്ടമായി. അപ്പൊ ഞാൻ നോക്കി പ്രോസസ്, എന്ത് പ്രവർത്തനങ്ങളാണ് അർജുൻ സാർ ചെയ്യണേ. യെസ്, അദ്ദേഹം ഇത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കൊടുക്കുന്നു, ക്ലാസ് പഠിക്കുന്നു. അപ്പൊ നമ്മളതൊക്കെ യെസ്, എന്നാ ഞാനൊക്കെ അതൊക്കെ ചെയ്യാം, ഞാൻ പ്രോസസ്സിലേക്ക് വന്നു. ഐഡന്റിറ്റിയോ, നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് മാറുന്നില്ല. നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് മാറുന്നില്ല. നമ്മൾ പുറത്തുനിന്നാണ് ഇതൊക്കെ ഇങ്ങനെ ശരിയാക്കാൻ നോക്കണത്, പക്ഷെ നമ്മുടെ വ്യക്തിത്വം മാറുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഇത്രയും ആർസിഎം ചെയ്യുന്നുണ്ടെങ്കിലും 5 വർഷം 10 വർഷം ആർസിഎം കംപ്ലീറ്റ് ചെയ്തെങ്കിലും നമ്മൾ ഇപ്പോഴും പണ്ടത്തെ ടൈലറാണ്, ഓട്ടോറിക്ഷക്കാരനാണ്, അതിലത്തെ എന്താണ് ഡോക്ടറാണ്, വക്കീലാണ്, എയർഫോഴ്സ് ആണ്, ആർമിക്കാരനാണ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആണ്. നമ്മളിപ്പോഴും ആർസിഎംകാരനായിട്ടില്ല. ജയ് ആർസിഎം. ഇവിടെ ബൾബ് കത്തണം. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ആർസിഎമ്മത്തെ ആളല്ല. നമ്മളിപ്പോഴും ആ ജോലി വിട്ടിട്ട് അവന് 10 വർഷമായി, പക്ഷെ ഇപ്പോഴും അവൻ ഓട്ടോറിക്ഷക്കാരന്റെ മനോഭാവത്തിലാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വ്യക്തിത്വമാണ് ആദ്യം മാറ്റേണ്ടത്. ഞാനിപ്പോ ഷാറമറാൾ തന്നെ, മനസ്സിലായില്ലേ ജയ് ആർസിഎം. ഞാൻ ഇപ്പൊ പേളായ ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു, ഞാനിപ്പോ സ്റ്റാർ പേളാണ്. മനസ്സിലായില്ലേ? ഞാൻ സ്റ്റാർ പേൾ എങ്ങനെ ചിന്തിക്കും, സ്റ്റാർ പേൾ എങ്ങനെ പ്രവർത്തിക്കും, സ്റ്റാർ പേൾ എങ്ങനെ നടക്കും, അവരെങ്ങനെ ഡ്രസ്സ് എടുക്കും, അവരെന്തൊക്കെയാണ് ചെയ്യുക, ഇതാണ് എന്റെ ചിന്ത. അപ്പൊ നമ്മൾ ആദ്യം തിരുത്തേണ്ടത് ഉള്ളിലാണ്. നമ്മളെയാണ് ആദ്യം മാറ്റേണ്ടത്. എന്നാലേ ബാക്കിയുള്ളത് മാറാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മൾ 2 ദിവസമൊക്കെ പണിയെടുക്കാൻ നോക്കും, പ്രവർത്തിക്കാൻ നോക്കും, പക്ഷെ പിന്നെ അത് തിരിച്ച് ബോള് ചുമരക്ക് എറിഞ്ഞ പോലെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത് കാണാനായിട്ട് പറ്റും. നമ്മൾ മാറ്റാനായിട്ട് നോക്കണ്ടത് മാറില്ലല്ലോ, കാരണം നീ മാറിയില്ല, നിന്റെ ചിന്താഗതി മാറിയിട്ടില്ല. അപ്പൊ നീ ആദ്യം നമ്മൾ വ്യക്തിത്വമാണ് മാറ്റേണ്ടത്. അപ്പൊ പഴയ വ്യക്തിത്വമൊക്കെ കളഞ്ഞുകൂടെ നമുക്ക്? പഴയതൊക്കെ ഡിലീറ്റ് ചെയ്തോ? ഇപ്പൊ നമ്മൾ ഒരു ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും
നമ്മളൊരു വക്കീലാണെങ്കിലും നമ്മളത് ഡിലീറ്റ് ചെയ്തോ. കാരണം നിങ്ങൾക്ക് ആ പാർട്ട് ടൈം ജോലി ചെയ്താൽ അങ്ങനത്തെ ആൾക്കാർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുള്ളവരാണോ, അപ്പൊ അവരെന്ത് ചെയ്യണം എന്നറിയോ, അവര് ആ സമയത്തും ആർസ്യംകാരനാണ്. ആ സമയത്തും അവൻ ആർസ്യംകാരനാണ്. ഞാൻ എന്റെ ഡ്രസ്സ് ഇപ്പോഴും യൂണിഫോം ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും, എന്റെ പോലീസിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ഉള്ളിലാരാണ്, ഞാൻ ആർസ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ജയ് ആർസിയം. അപ്പോ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് ഒരു പോയിന്റ് പോലും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു പോയിന്റ് തലയിൽ ഒരു ആണടിച്ച് കയറ്റണ പോലെ, യക്ഷിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണടിച്ചിട്ടാണ് കയറ്റുക പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ കയറ്റണം. നമ്മൾ ഇങ്ങോട്ട് പറയണം എന്ത്, ഞാൻ ആരാണ് എന്നുള്ളത്. ഇപ്പൊ ഈ ചിത്രത്തിൽ നിൽക്കുന്ന കുട്ടിയുടെ പോലുള്ള അവസ്ഥ നമ്മുടെ. പക്ഷെ അവനൊരു മിറർ ഉണ്ട് മുമ്പിൽ. യെസ്, ഞാൻ സ്റ്റാർ എമറാൾഡ് ആവും കേട്ടാ. അവന്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കണം. ഇത് കാണാൻ പറ്റണം അവന്. എന്നിട്ട് നമ്മൾ ഉറപ്പിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും നമ്മുടെ നിർമ്മല മാഡം ഉണ്ട്. ഞാനും നിർമ്മല മാഡം ഭയങ്കര കമ്പനിയാണ്. ഞങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ പുക വലിക്കുന്നവരാണ്. സിഗരറ്റ് സ്മോക്കിംഗ് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പിന്നെ തീരുമാനിച്ചു, ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ പുക വലിക്കുന്നവരാണ്. പിന്നെ കുറച്ച് നമ്മൾ തീരുമാനിച്ചു ഇനി അത് നിർത്താം, പൊട്ട ശീലമാണ്, നല്ല ശീലത്തിൽ ക്ലാസ്സൊക്കെ ശീലങ്ങളെ കുറിച്ചാണ്, നല്ല ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ ശീലം മാറ്റാം, നല്ല ശീലമാക്കാന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു വിവാഹ പരിപാടിയിലേക്ക്, ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോ ഞങ്ങളുടെ എന്റെയും നിർമ്മല മാഡത്തിന്റെയും ഒപ്പമുള്ള പുക വലിക്കാൻ കമ്പനി ഉണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, അന്നിൽ ഈ പണ്ടൊക്കെ എപ്പോഴും ഫ്രണ്ട്സ് ആയ ഒരാൾ വന്ന് പറയണ്ട ഒരു സിഗരറ്റ് എടുത്തോ എന്ന് പറയുമ്പോ ഞാൻ പറയാണ് എന്ത്, ഞാന് എന്റെ പൊന്നു മോനെ ഞാനിത് നിർത്താൻ നോക്കുകയാണ്, അതിന്റെ ഇടയിലാണോ നീ ഇത് എന്നോട് ചോദിക്കണേ. ഇതാണ് എന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ്, ഞാൻ നിർത്താൻ നോക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ ആൾ എന്താ പറഞ്ഞെന്നറിയോ, നിർമ്മല മേഡം എന്താ പറഞ്ഞെന്നറിയോ, ഞാന് പുക വലിക്കാറില്ല. JRC രണ്ടും ഉത്തരങ്ങളാണ്, പക്ഷെ രണ്ടിലും വ്യത്യാസം ഉണ്ടല്ലോ തരത്തില്. ഞാൻ ഒരാളെന്ന് പറഞ്ഞത് ഞാൻ പുക വലിക്കാൻ നിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ആള് പറയുന്നത് ഞാൻ പുക വലിക്കാറന്നെ ഇല്ല. അപ്പോ വ്യക്തിത്വം മാറി. ഇപ്പോ നമ്മള് ലീഡേഴ്സ് പറയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് കാണൂ അല്ലെ, ഈ മീറ്റിങ്ങിന് പോകൂ. നമ്മൾ ആ മീറ്റിങ്ങിന് പോവുക എന്നുള്ളതല്ല പ്രധാനം, നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള RCMൽ അറിവ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതാ ബുക്ക് വായിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും വായിച്ചു തീർക്കണം എന്നുള്ള മനോഭാവത്തിലിരിക്കണേ. അപ്പൊ ബുക്ക് വായിക്കുക എന്നുള്ളതല്ല പ്രധാനം, വായനക്കാരനായി മാറുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളൊരു മാരത്തോൺ ഓടാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതല്ല പ്രധാനം, നമ്മൾ നല്ലൊരു ഓട്ടക്കാരനായിട്ട്, ഒരു അത്ലറ്റിക് ആയിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനം. ഒരു സംഗീതോപകരണം, വയലിനോ ഏതും മന്ദളോ ഏതും സംഗീത ഉപകരണം വായിക്കാൻ പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം, സംഗീതജ്ഞൻ മ്യൂസിഷ്യൻ ആവുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അപ്പൊ നമ്മള് വ്യക്തിത്വ രൂപീകരണമാണ് ആദ്യം സംഭവിക്കേണ്ടത്. നമ്മൾ ഇത്ര കാലം നമ്മൾ മനസ്സിലാക്കി പുറത്തുനിന്നാണ് ചേഞ്ച് വരേണ്ടത്. അല്ല, പുറത്തുനിന്നല്ല. നമ്മുടെ റിസൾട്ട് മാറട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ, എന്നിട്ട് ഞാൻ മാറാം. ഞാൻ അപ്പം മാറരുത്, ഞാൻ ഇപ്പൊ തന്നെ മാറണം. എന്റെ ഐഡന്റിറ്റി ഇപ്പൊ തന്നെ മാറിയിട്ടുണ്ടായിരിക്കണം. അപ്പോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു വാക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ അത് പറയണം. ഐ ആം എ നെറ്റ്വർക്ക് പ്രൊഫഷണൽ, ഐ ആം എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണൽ. എന്തായിട്ടെ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? യെസ്, ഐ ആം എ ട്രൂ നെറ്റ്വർക്കർ, ഐ ആം എ നെറ്റ്വർക്ക് പ്രൊഫഷണൽ. അത് ചാറ്റിലൂടെ നിങ്ങൾ ഇത് പറയണം, നിങ്ങളത് അടിച്ചേൽപ്പിക്കണം. ഞാൻ തന്നെയാണ് നെറ്റ്വർക്കർ, ഞാൻ തന്നെയാണ് നെറ്റ്വർക്കർ. ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഐ ആം ബിക്കമിങ് നെറ്റ്വർക്ക് പ്രൊഫഷണൽ, ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇടണം, നിങ്ങൾ എഴുതണം. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇട്, എൻ്റെ ജോലി ഇതാണ്, എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ളത് അല്ലെ. പല ആളുകൾക്കും സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്ത പ്രൊഫഷനാണ് RCM അല്ലെ. അപ്പൊ ഞാൻ RCMകാരനാണ്. ഇത് അടിച്ച് നമ്മുടെ മനസ്സിൽ കയറ്റുക എന്നുള്ളതാണ് നമ്മളൊരു ശീലം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ ഘട്ടം എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മളൊരു ചാറ്റ് ഇട്ടാലോ, ഐ ആം എ നെറ്റ്വർക്ക് പ്രൊഫഷണൽ എന്ന് അല്ലെ, ഐ ആം നെറ്റ്വർക്ക് പ്രൊഫഷണൽ എന്ന് നിങ്ങൾ ചാറ്റിലൂടെയെങ്കിലും അല്ലെ ചാറ്റിലൂടെ എന്നല്ല, നമ്മുടെ നാളെ ഞാൻ പറഞ്ഞ സ്റ്റാറ്റസ് പറഞ്ഞ എല്ലാരും കാണട്ടെ, നമ്മളുടെ പ്രവർത്തനം എന്താണെന്ന് എല്ലാവരും അറിയട്ടെ. ജോസഫ് സാറ് പറയാറുണ്ട്, നമ്മള് ഷോളിമയുടെ ഫസ്റ്റ് ഇട്ടു, വെരി ഗുഡ്. ജോസഫ് സാറ് പറയാറുണ്ട്, എന്താ നമ്മളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ അത് 4 ആൾ അറിയണം, എന്നാലേ ഇൻഷുറൻസ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. നമ്മുടെ കയ്യില് നമ്മളൊരു വിൽപ്പനക്കാരനാണെങ്കിൽ നമ്മുടെ കയ്യില് അത് ഉണ്ടാവണം അല്ലെ. ഒരു എന്റെ കയ്യിൽ മാങ്ങ ഉണ്ടെന്ന് 4 ആൾ അറിയണം, എന്നാലേ അവൻ എന്ത് ചെയ്യുള്ളൂ, മാങ്ങ
അല്ലെ മാങ്ങ വാങ്ങിക്കാനേ വരുള്ളൂ. അപ്പൊ നമ്മുടെ വർക്ക് എന്താണെന്ന് എല്ലാവരും അറിയണം. എന്നാലാണ് നമ്മുടെ അടുത്ത് അവരുടെ ആവശ്യം വരുമ്പോൾ നമ്മളെ സമീപിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നയന മാഡം വെരി ഗുഡ്. ഐ ആം നെറ്റ്വർക്ക് പ്രൊഫഷണൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ്. അപ്പോൾ മുംതാസ് സാർ വെരി ഗുഡ്. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിംഗ് പ്രൊഫഷണലായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം വ്യക്തിത്വമാണ് രൂപീകരണം കൊണ്ടുവരേണ്ടത്. ഓക്കെ. പിന്നെ വോട്ട് എവരി ഡേ ഇതൊരു എന്താ പറയാ, ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും എൻ്റെ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ ദിവസവും ഇന്നത്തെ ഒരു ദിവസം എടുത്തു. യെസ്, ഇന്ന് ഞാൻ ആർസിന് വേണ്ടി ഞാൻ ഭയങ്കര സ്റ്റാർ എമറാൾഡാ. ഇന്ന് ഞാൻ എന്താണ് ചെയ്തത്? വോട്ട് ചെയ്യുക ആർസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഒന്നും ചെയ്തില്ല, അപ്പൊ നെഗറ്റീവ് വോട്ടാ. അപ്പൊ നാളെ ഞാനൊരു ഹോം മീറ്റിംഗ് പോകുന്നുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാൾ കാണുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഷോപ്പിലേക്ക് പോകണം, രണ്ടാളെ പരിചയപ്പെടുത്തണം, അല്ലെ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, ഇന്ന് ആർസിന് വേണ്ടി ഒരു വോട്ട് കിട്ടിയിട്ടാ, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും വോട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കൊണ്ടുപോകുക. അതാണ് ഹാബിറ്റ് ക്രിയേഷൻ. അങ്ങനെ കൊണ്ടുവന്നാൽ എന്ത് ഗുണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും എല്ലാവരും മോട്ടിവേറ്റ് അല്ല. ചില ദിവസം നമുക്ക് മിസ്സാവാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം വോട്ട് കിട്ടുന്ന ആളാണ് വിജയിക്കാറ്. ജയിആർസിഎം അല്ലെ? ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ 100% വോട്ട് കിട്ടി, അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ വോട്ട് ആൾക്ക് തന്നെ. 1000 വോട്ടും 10,000 വോട്ട്, ലക്ഷക്കണക്കിന് വോട്ട് ആൾക്ക് തന്നെ, ഫുൾ വോട്ട് ആൾക്ക്. അങ്ങനെ കിട്ടുമോ? അങ്ങനെ ഇത്ര കാലമായിട്ട് ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ട് തന്നെ ഇല്ല. അപ്പൊ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല ആർസിഎമ്മിന് വേണ്ടിയിട്ട്. പക്ഷെ ഭൂരിഭാഗം എടുക്കുമ്പോൾ അത് ആർസിഎമ്മിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഭൂരിഭാഗം ഇപ്പോഴും നമ്മുടെ വീട്ടു ജോലിക്ക് പച്ചക്കറി അറിയാനാണ് ഭൂരിഭാഗം, അല്ലെങ്കിൽ കോഴീന് സംരക്ഷണമാണ് ഭൂരിഭാഗം. അപ്പൊ കോഴിയൊക്കെ നല്ല രീതിയിൽ വളരും, ആർസ്യം വളരില്ല. നമ്മുടെ ബിസിനസ് ആർസ്യം അവിടെ പുറത്തു നല്ല വളരുന്നുണ്ട്, അല്ലെ? ഇഷ്ടം പോലെ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ ഭൂരിഭാഗം നമ്മൾ നമ്മുടെ ആർസ്യമിന് വേണ്ടിയിട്ട്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോ ഒരു 2 ടീച്ചറിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 2 മണിക്കൂർ ക്ലാസ് എടുത്താൽ എനിക്ക് സാലറി കിട്ടും. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറും ഉണ്ട്. എൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗുരുവാണ് ഞാൻ. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ടീച്ചർ ഏതാ നല്ല ടീച്ചർ? മറ്റാൾ 2 മണിക്കൂർ ക്ലാസ് എടുത്താൽ എൻ്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. ചില ആൾക്കാർ 5 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അർച്ചന ചെയ്യില്ല. പശുവുള്ളതാ അല്ലെ? നമ്മൾ ഓരോ കാര്യം പറയാറുണ്ട്. അപ്പൊ 5 മണിക്ക് നമ്മൾ നിർത്താറുണ്ട് പരിപാടി. അതല്ല. അപ്പൊ നമ്മളെന്താണ്, നമ്മൾ കൊണ്ടുവന്ന ആളുകൾക്ക് ഏത് പൊസിഷൻ വരെ എത്താൻ വേണ്ടിയിട്ട് അവരൊപ്പം നിൽക്കുന്ന ഒരു ലീഡറാണ് നമ്മൾ എന്നാണ് നമ്മൾ അവരോട് പറയേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിലകൊള്ളാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന ടീച്ചറല്ല വേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളണം. നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മളൊരു റോൾ മോഡൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യണം. നമ്മുടെ റോൾ മോഡൽ എന്നുള്ളത് ഇപ്പൊ അർജുൻ സാറാണ്. അർജുൻ സാർ എന്ന് വെച്ചാൽ ഒരു എമറാൾഡ് പൊസിഷൻ എത്തി 1,00,000 രൂപ വരുമാനം കിട്ടും. അതാണ് നമ്മളെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പഠിക്കണം. വാട്ട് ദേ ആർ ഡൂയിങ്. ആ എമറാൾഡ് അനിരുദ്ധൻ സാറ് 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ എമറാൾഡ് ഉണ്ട്, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ച് ഗവേഷണം നടത്തി റിസർച്ച് ചെയ്ത് അത് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പ്? ഈ ഫീഡ്ബാക്ക് ലൂപ്പിൽ പറയുന്ന ഒരു കാര്യം, 100 കിലോ വരെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറയണം. ശരീരഭാരം 100 കിലോ വരെ അവർ കുറച്ചു. അത്ര ആളുകളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ശരീരഭാരം കുറയ്ക്കണം, എനിക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ ഒരു നല്ല പിസ്സ, ഒരു ബർഗർ, ഒരു ഷവർമ, ഒരു ഷവായി ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, 100 കിലോ കുറച്ച ആള് ഇതിപ്പോ കഴിച്ചിട്ടുണ്ടാവുമോ? ഷുഗർ കുറയ്ക്കണം എന്നുള്ള വ്യക്തി ആർസിഎമ്മിൽ വന്ന് ക്ലൈസം പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നുണ്ട്. എന്താണ് കല്യാണ ഫംഗ്ഷന് പോയപ്പോ നല്ല പാലട വന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഷുഗർ ഒക്കെ കുറയ്ക്കുന്ന ആൾക്കാർ ഈ പാലട കഴിക്കോ? ഈ പായസം കുടിക്കാറുണ്ടോ? നമ്മളവിടെ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഫീഡ്ബാക്ക് ലൂപ്പ്. എന്താണ്? അങ്ങനെയാണെങ്കിൽ ആ പിസ്സ കഴിക്കണോ, സലാഡ് കഴിക്കണോ, പച്ചക്കറി കഴിക്കണോ, അന്ന് ഈ പറഞ്ഞ ജഗ് ഫുഡ് അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം? ഒരു തടി കുറയ്ക്കുന്ന ആള് ബസ് സ്റ്റാൻഡ് വരെ നടക്കണോ, അല്ലെങ്കിൽ വടക്കാഞ്ചേരി അല്ല ടൗൺ വരെ 1 കിലോമീറ്റർ നടക്കണോ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോവാം? പഞ്ചായത്തേക്ക് പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കണോ അതോ ഓട്ടോറിക്ഷ വിളിച്ച് പോവാം? അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ എല്ലാ ദിവസവും നടക്കില്ലേ? അപ്പൊ ഇതാണ് ഫീഡ്ബാക്ക് ലൂപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കേൾക്കുന്ന വ്യക്തികൾ, ആർസിഎം വിജയിക്കുന്ന ആളുകൾ നോട്ട് എഴുതാറുണ്ടോ, നോട്ട് എഴുതാറില്ലേ? ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ?
എന്നുള്ളത് വളരെയധികം ഇതാണ് ഫീഡ്ബാക്ക് ലൂപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലേ, നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റണം. ശീലങ്ങളെ മാറ്റണമെങ്കിൽ തലത്തിൽ നിന്നും തുടങ്ങുക, അല്ലെ? നമ്മളത് പറഞ്ഞു, വ്യക്തിത്വത്തിൽ നിന്നും തുടങ്ങിയാലാണ് ശീലങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഒരു ലീഡറായിട്ട് മാറണമെങ്കിൽ ആദ്യം ലീഡർ ഞാനാണ്, ആരും വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ തന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ലീഡർ, അല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾ, ഏറ്റവും നല്ല ട്രെയിനർ എന്നുള്ള കാര്യം പറ്റാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലക്ഷ്യത്തിൽ ഊന്നിയ ശീലങ്ങളല്ല നമുക്ക് വേണ്ടത്, സ്വത്വത്തിൽ ഊന്നിയ ശീലങ്ങളാണ്. ഒരു വലിയൊരു പോയിന്റ്. അത് നിങ്ങൾക്ക് എങ്ങനെ ആലോചിച്ച് കിട്ടാം. നമുക്ക് ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ശീലങ്ങളല്ല വേണ്ടത്, ആ നമ്മൾ വ്യക്തിത്വത്തിലേക്ക് നോക്കിയിട്ടുള്ള ശീലങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഇപ്പൊ എമറാൾഡ് ആവണം, ആ ഒരു പൊസിഷൻ എത്താൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആയി അല്ലെ, എന്റെ വ്യക്തിത്വം വികാസനം അല്ല, വ്യക്തിത്വം മാറാൻ വേണ്ടിയിട്ടുള്ള ശീലങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ തളരില്ല എന്നുള്ളതാണ്. നമുക്ക് എത്ര ദൂരം വേണില്ല. ഡോക്ടർ രാജൻ സാർ പറയാറുണ്ട്, ചില ആൾക്കാർ പറയും ആർസം ചെയ്തിട്ട് വയ്യാതെ, 4 ആൾക്കാരെ കണ്ടു ക്ലാസ് എടുത്ത് വയ്യാതെ, ഇന്ന് വയ്യ ഫുള്ള് വയ്യ കാറ്റഗറിയാ. രാജൻ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ആർസം ചെയ്ത് വയ്യാതാവണില്ല. കാരണം എന്നറിയോ, ഞാൻ ആർസം ജോലിയായിട്ട് കാണുന്നതല്ല, ആർസം എന്റെ ജീവിത രീതിയാണ്, എന്റെ ജീവിതം തന്നെയാണ് ആർസം. ആര് ജീവിച്ച് വയ്യാതായി ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? നമ്മൾ സ്വത്വത്തിലാണ് വ്യത്യാസം കൊണ്ടുവന്നത്. സ്വത്വമാണ് ആദ്യം ശരിയാക്കിയത്, അതാണ് ശീലമാക്കി നമ്മൾ മാറ്റാനായിട്ട് കൊണ്ടുവന്നത്. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രവാസ് പറഞ്ഞു, ശീലങ്ങൾ നമ്മൾ എഴുതുക. നമ്മുടെ ശീലങ്ങൾ എഴുതി പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, അങ്ങനെ. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു, അത് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാവരും എഴുന്നേൽക്കും. അപ്പൊ ന്യൂട്രൽ, പിന്നെ പല്ല് തേക്കുന്നു, പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു ആ കാര്യങ്ങൾ നമ്മൾ എഴുതി അതിലത്തെ പോസിറ്റീവിന്റെ എണ്ണം കൂട്ടുക. അങ്ങനെയാണ് വോട്ട് എവരിയുടെ ശരിയാവുള്ളൂ. ആർസിഎമ്മിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളെ നിങ്ങളുടെ എണ്ണം കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ പോസിറ്റീവായ ലക്ഷ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു തെറ്റായ കാര്യം ചെയ്തു, അത് 2 തവണ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മളൊരു കാര്യം ചെയ്തു, ഇപ്പോ ഒരു തെറ്റായ കാര്യം, എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം, നമ്മൾ 7 കാർഡിനൽ സിസ്റ്റം പോലെ കാര്യം പറഞ്ഞു, ഷോ ഓഫ്, നുണ പറയുക, ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞു, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. അത് നമ്മൾ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശീലമാവും. രണ്ടാമത്തെ നമ്മളെന്താ പറയാ, ഇങ്ങോട്ട് വന്നാൽ മതി, നിന്നെ ഞാൻ 1 ലക്ഷം വാങ്ങിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ. അങ്ങനെ ആള് പണിയെടുക്കാതെ എപ്പോഴെങ്കിലും ആൾക്ക് വരുമാനം വരുമോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒന്നും പറയരുത്. തെറ്റായ മെസ്സേജാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ തെറ്റ് പറ്റും, ആർഎസ്എമ്മിൽ തുടക്കക്കാരാണ് നമ്മളെല്ലാവരും, അങ്ങനെയാണ് തെറ്റ് പറ്റും, പക്ഷെ ആവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് ഒരു മീറ്റിംഗ് നമ്മൾ മിസ്സായി, രണ്ടാമത്തെ മീറ്റിംഗ് മിസ്സാക്കുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അത് ശീലമായിട്ട് ഇനിയിപ്പോ മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ശീലമായി മാറും. കാരണം നമുക്കെല്ലാം അറിയാം അല്ലെ, അന്നുള്ള മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും. ചില ആൾക്കാർക്ക്, നമ്മളല്ല കേട്ടോ, ചില ആളുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഒരു തെറ്റായ ഒരു കാര്യം ആവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. പിന്നെ നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾക്കത് എല്ലാവർക്കും ആഗ്രഹമാണ് നാളെ നടക്കാൻ പോകണം. പക്ഷെ നമ്മൾ എപ്പോ നടക്കാൻ പോകണം എന്നുള്ളത്, സ്ഥലവും സമയം വെച്ചിട്ട് തീരുമാനം എടുക്കണം. ഇപ്പൊ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നുണ്ട്, അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആ ബെഡിൽ നിന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ തീരുമാനം എടുക്കുക. മെഡിറ്റേഷൻ എപ്പോ ചെയ്യണം, എവിടെ വെച്ച് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. സ്ഥലവും സമയം വെച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? എനിക്ക് നടക്കാൻ പോകണമെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് എന്റെ ഗ്രൗണ്ടിൽ പോയി ഞങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഞങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ സ്ഥലവും സമയം എടുത്ത് നമ്മൾ തീരുമാനം എടുത്താലാണ് ഒരു ശീലമായിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചുറ്റുപാടുകൾ തിരഞ്ഞെടുക്കുക. പുതിയ ഒരു ഡോസ് മനക്കരുത്ത് എന്ന് വെച്ചാൽ നമ്മൾ വിൽ പവർ ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. ഒരു ഡോസ് മനക്കരുത്ത് സമ്പാദിക്കുന്ന നല്ലത് സാഹചര്യങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ മദ്യപാനം നിർത്തിയ ആള് ആ ബാറിന്റെ മുമ്പിൽ പോയിരുന്ന് അവന് വിൽ പവർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പോവോ അങ്ങനെ നോക്കരുത്. നമ്മൾ ആ കാണാനുള്ള അവസ്ഥ എന്താണ് മാറ്റുക എന്നുള്ളത്, ചുറ്റുപാട് നന്നാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആ ചുറ്റുപാട് എന്താന്നുള്ളത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യം 3 തലം പറഞ്ഞു. എന്താണ്? പ്രോസസ്സ്, റിസൾട്ട്, പ്രോസസ്സ്, ഐഡന്റിറ്റി. ഇതിലെവിടെ മാറ്റണം? ഉള്ളിൽ മാറണം അല്ലെ? ഐഡന്റിറ്റി മാറിയാലാണ്, ഐഡന്റിറ്റിയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണ് 1ാമത്തെ തലത്തിൽ നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത്. ഇനി നമ്മൾ 2ാമത്തെ എങ്ങനെയാണ് ശീലങ്ങളെ കൊണ്ടുവരുന്നതുള്ള 2ാമത്തെയാണ് ശ്രമം. നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലേ, ആ ശ്രമത്തിൽ എങ്ങനെ നമ്മൾ വ്യത്യാസം കൊണ്ടുവരണം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ശീലങ്ങൾ ഉണ്ടാകുന്ന ശ്രമം. ഒരു ശീലങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ക്യൂ ഉണ്ടാവും, ക്രേവിംഗ് ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും, റിവാർഡ് ഉണ്ടാവും. ഇതിന്റെ മലയാളം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യൂ എന്ന് വെച്ചാൽ സൂചന, 2ാമത്തെയാണ് ക്രേവിംഗ് എന്ന് വെച്ചാൽ ആഗ്രഹം, 3ാമത്തെയാണ് റെസ്പോൺസ് എന്ന് വെച്ചാൽ പ്രതികരണം,
നാലാമത്തെയാണ് റിവാർഡ്. റിവാർഡ് എന്ന് വെച്ചാൽ പ്രതിഫലം. ഇങ്ങനെയാണ് ഒരു ശീലം ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മള് മീറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ജോലിക്ക് പോവുക. ജോലിക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നപ്പോൾ നമ്മൾ അവിടെ ഒരു തട്ടുകട കാണുന്നു. നല്ല രീതിയിൽ അടിപൊളിയായിട്ടുള്ള തട്ടുകട, ഹോട്ടല്. അപ്പൊ നമ്മൾ കണ്ടു കണ്ടു എന്നുള്ളതാണ് സൂചന, മനസ്സിലായില്ലേ? അത് കാണുന്നു എന്നുള്ളതാണ് സൂചന. രണ്ടാമത് ആഗ്രഹം ജനിക്കുക. നല്ല മണം വന്നു, പരിപ്പ് വടയുടെ ഒരു മണം വന്നു. എന്താണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ജനിക്കുക അല്ലെ? എനിക്ക് പരിപ്പ് വട വേണം, എനിക്ക് പരിപ്പ് വട വേണം. ആഗ്രഹം ജനിക്കോ ജനിക്കില്ലേ? ആഗ്രഹം ജനിക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പരിപ്പ് പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ പോയിട്ട് ഒരു 10 രൂപ കൊടുത്ത് ഒരു പരിപ്പ് വട വാങ്ങിക്കുക. അതാണ് പ്രതികരണം. നമ്മൾ അവിടെ നല്ല മണം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആക്ഷൻ ചെയ്തു അല്ലെ? അതാണ് എന്ത്? റെസ്പോൺസ് എന്ന് പറയും, പ്രതികരണം പറയും. പിന്നെയാണ് പ്രതിഫലം. അത് ഭക്ഷണം കൊണ്ട് കഴിക്കുമ്പോൾ സ്വാദം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ല രസമുള്ള നല്ല മുരുമുരുത്ത പരിപ്പ് വട. ഇതാണ് ഉണ്ടായത്. ഇതാണ് ഒരു ശീലം ഉണ്ടാവുക. ഇനി നാളെ നമ്മളത് കഴിഞ്ഞു, നാളെ നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ പിന്നെയും നമ്മൾ കാണും ഹോട്ടല്, മണം വന്നു, പോയി വാങ്ങിക്കുന്നു, നമുക്ക് ആ സാധനം ഉണ്ടായി. പിന്നെ 3-ാം ദിവസം റിപ്പീറ്റ്, 4-ാം ദിവസം റിപ്പീറ്റ്. നമുക്ക് പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ എണ്ണ പലഹാരം കഴിക്കുന്നത് ഒരു ശീലമായി മാറും. ഇങ്ങനെയാണ് ഒരു ശീലം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു പൊട്ട ശീലത്തെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സൂചന അങ്ങോട്ട് മാറ്റണം. ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയാലേ 4 സ്റ്റെപ്പ് കയറുള്ളൂടെ. മറ്റേ ഹനുമാനല്ല, ഒറ്റ ചാട്ടത്തിന് അങ്ങോട്ട് കയറണ പരിപാടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സൂചന അങ്ങോട്ട് കളഞ്ഞാൽ നമുക്ക് ആ പൊട്ടശീലം മാറ്റാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടശീലം? നമ്മൾ പറഞ്ഞ ഹാബിറ്റ് ട്രാക്ക് ചെയ്യണം. ഹാബിറ്റ്, നമ്മുടെ ശീലങ്ങളെ നമ്മൾ കണ്ടെത്തണം, നമ്മൾ പറഞ്ഞു നേരത്തെ. അപ്പൊ അതിൽ ചീത്തയായി ഒരാൾ മൊബൈൽ അഡിക്ഷനാ. അപ്പം എന്താണ് ചെയ്യേണ്ടത്? അവൻ കാണാത്ത ദൂരത്തേക്ക് മൊബൈൽ മാറ്റുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എന്താണോ സൂചന, ആ സൂചന എന്ത് ചെയ്യുക? മാറ്റുക. അതെങ്ങനെ മാറ്റണം എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. യെസ്, സൂചന എന്നുള്ളത് എന്താകണം? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ? മേക്ക് ഇറ്റ് അതാ സൂചന. ക്യൂ എന്നുള്ളത് മേക്ക് ഇറ്റ് ഒബ്വിയസ്. ഒബ്വിയസ് സ്വാഭാവികമാകണം. ക്യൂ സ്വാഭാവികമാകണം. ക്രേവിങ്, ആഗ്രഹം എന്നുള്ളത് അട്രാക്റ്റീവ്, ഇങ്ങനെ ആകർഷിക്കണം, നമ്മൾ അട്രാക്റ്റീവ് ആവണം. റെസ്പോൺസ് എന്ന് വെച്ചാൽ പ്രതികരണം എന്നുള്ളത് എന്താണ്? എളുപ്പമാകണം. റിവാർഡ്, പ്രതിഫലം എന്നുള്ളത് എന്താ? നമുക്ക് സംതൃപ്തി നൽകുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. നോക്കിക്കോട്ടെ. ക്യൂ. സൂചന എന്നുള്ളത് എന്താണ്? നോക്കിക്കോളൂ. ഈ സൂചന എന്നുള്ളത് സ്വാഭാവികമാകണം. അപ്പൊ ഒരു RCMലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാണ്, നീ ചെയ്യുന്ന ജോലിയോടൊപ്പം നിങ്ങൾക്ക് RCM ചെയ്യാം, നിങ്ങൾക്ക് ഒരു അധിക വരുമാനത്തിന് വേണ്ടിയിട്ട്. മറ്റുള്ള മാർക്കറ്റ് സമാന ഗുണം നൽകുന്ന പ്രൊഡക്റ്റിനേക്കാൾ വില കുറവിനാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി, ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് സ്വാഭാവികമായി അല്ലെ? ആ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഈ കടയിൽ നിന്ന് വാങ്ങിക്കണം. സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും പല്ലേക്കണം, എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം, എല്ലാ ദിവസവും വസ്ത്രം ഇടണം. അപ്പൊ സ്വാഭാവികമായ കാര്യമായിട്ട് നോക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? RCMലേക്ക് ഒരാൾക്കായി വരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികത കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അല്ലാതെ തുടക്കക്കാരുടെ നീ ഹോം മീറ്റിംഗ് എടുക്കണം, നീ എല്ലാ മീറ്റിംഗിലും അറ്റൻഡ് ചെയ്യണം, പഠിച്ചുകൊണ്ടേ ഇരിക്കണം, ഇത് പറയാൻ പാടുമോ? ഇല്ല. അവൻ എന്ത് ചെയ്യണം? ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നണം. അപ്പൊ അവന് കടന്നു വരാനുള്ള എന്തേ സ്വാഭാവികമായിട്ട് എനിക്ക് ഉദാഹരണമാണ് സുഖപ്രസവവും സിസേറിയൻ. സിസേറിയൻ ആവരുത് RCMലേക്ക് ഒരാൾ ക്ഷണിക്കുമ്പോൾ. അവന് വളരെ സ്വാഭാവിക ചിന്താഗതിയിലൂടെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം ഇത് കയറി വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലായാലാണ് ഇത് മുന്നോട്ട് അവന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്ടാവുള്ളൂ എന്ന് മനസ്സിലാവും. ചില ആൾക്കാർ ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ ബിരിയാണി, വന്ന ലീഡറിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പം മറ്റേ ഹോം മീറ്റിംഗ് ക്ലാസ് വെക്കുന്ന വ്യക്തിക്ക് അവന്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവര് ചെയ്യുമോ? അവന് ചെയ്യാൻ പറ്റില്ല. കാരണം ഭക്ഷണം കൊടുക്കണ്ടേ, ഇത്ര ചെലവുണ്ട് ഇവിടെ. അപ്പൊ ചെലവുകളില്ലാതെ നമ്മൾ നടത്തുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സൂചനയെ നമ്മൾ ഒബ്വിയസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശീലത്തെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് വിജയിക്കണം അല്ലെ, എനിക്ക് സ്റ്റാർ പേൾ ആവണം എന്നുണ്ടെങ്കിൽ അതിന് അനുബന്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ സാഹചര്യം ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ഈ അതിന് അനുബന്ധം ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് വിഷൻ ബോർഡ് ഉണ്ടാവണം. ഞാൻ എൻ്റെ ലീഡർ എൻ്റെ മൊബൈലത്തെ വാൾപേപ്പർ മാറ്റുക, നല്ലതാക്കുക. പിന്നെ എൻ്റെ ഷോപ്പുകളിൽ ഞാൻ എന്നും വിസിറ്റ് ചെയ്യണ ഒരു സ്വഭാവം ഉണ്ടാക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ കാര്യങ്ങളുണ്ടാവും. പിന്നെ യൂട്യൂബ്, നമ്മൾ TV കാണുന്ന ശീലം നിർത്തണം ആദ്യം. TV RCM റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് നമ്മുടെ ചിന്താഗതിയെ, നമ്മുടെ ലക്ഷ്യത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ യൂട്യൂബിലേക്ക് മാറണം. എന്നിട്ട് യൂട്യൂബിൽ എന്ത് കാണണം? യൂട്യൂബിൽ RCM റിലേറ്റഡ് ഒരുപാട് കാര്യം, അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ വരും. ഇന്നലെ ഒരു ലീഡർ വിളിച്ചു പറഞ്ഞു, എന്റെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും മൊത്തം RCM റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുള്ളൂ.
മൊത്തം ആർസിയം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ കാണുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും ഒക്കെ ആർസിയമിന്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നതെങ്കിൽ അതിലേക്ക് കൂടുതൽ എന്ത് ചെയ്യാം, നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും. അതാണ് കൺവട്ടത്തിൽ ഉണ്ടാവണം, ഒക്കെ നമ്മുടെ അടുത്തുണ്ടാവും. അപ്പൊ വെള്ളം കൂടി കുറവുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് കുപ്പി ഉണ്ടാവണം, അല്ലെ? വെള്ളം കൂടി കുറവുള്ള കുപ്പി തൊട്ടടുത്തുണ്ടായിരിക്കണം. വായനാശീലം, അല്ലെ? എന്റെ ഡൈനിങ് ടേബിൾ വന്ന് നോക്കിയാൽ ന്യൂട്രി ചാർജിന്റെ മുഴുവൻ സപ്ലിമെന്റും പൊട്ടിച്ചത് എൻ്റെ ഒരു ബോക്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടെത്തിയത് ഞാൻ മൂർത്തി സാറിന്റെ വീട്ടിൽ നിന്നാണ്. മൂർത്തി സാറാണ് വളരെ മനോഹരമാക്കി ഒരു ഡൈനിങ് ടേബിൾ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എല്ലാം അത് ഇട്ട് വെക്കുന്നു. അപ്പൊ നമ്മളിത് കാണും, യെസ് മറന്നിട്ടില്ല, അതായിരിക്കുന്നു, നമ്മളെടുത്ത് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ന്യൂട്രീഷൻ ഗാമോറിസിനോൾ രാവിലെ തന്നെ കഴിക്കണം. അപ്പൊ രാവിലെ തന്നെ മേശപ്പുറത്തുണ്ട്, നമ്മളിത് പാസ് ചെയ്യുമ്പോൾ ഇതാ ഇരിക്കുന്നു, നമ്മൾ കഴിച്ചില്ലല്ലോ. യെസ്. അപ്പൊ കണ്ണിന് മുമ്പിൽ ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ആ പരിപ്പ് വട നമ്മൾ കണ്ടതുകൊണ്ടാണ് കഴിച്ചത് എന്നുള്ള പോലെ നമ്മുടെ ആർസിയം ചെയ്യാനുള്ള കാരണങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വാട്സപ്പ് ഗ്രൂപ്പ്, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മളുണ്ട്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, ചില ആളുകളുടെ സ്റ്റാറ്റസ് കണ്ട് നമ്മൾ ഈ കേരളം ഇന്ത്യ മൊത്തം പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുക, ഫുള്ള് വർഗീയത. അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ 4 ആൾക്കാർ അങ്ങനത്തെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇപ്പൊ ഇന്ത്യയിൽ ഒരു പ്രശ്നമില്ല, അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആരെ കാണുന്നു, ആരൊപ്പം കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ നല്ലതാക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ആർസിയം പറഞ്ഞു കൊടുക്കേണ്ടത് എക്സ്ട്രാ വരുമാനം, റെക്കഗ്നൈസേഷൻ, യാത്ര പോകാൻ പറ്റും, നമ്മളൊരു നല്ല ലീഡറായിട്ട് മാറാനായിട്ട് പറ്റും, ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവന് വളരെ എളുപ്പമാണ് ആർസിയം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആളുകൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അച്ചടക്കമുള്ള ഒരാളാവണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ലത് അച്ചടക്കമുള്ള ചുറ്റുപാടുകളെ ക്രിയേറ്റ് ചെയ്യലാണ്. ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ക്യൂ പറഞ്ഞു, സൂചനകൾ പറഞ്ഞു. ഇനി ആഗ്രഹം, എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവുന്നത്? ആഗ്രഹങ്ങളെ അട്രാക്റ്റീവ് ആവണം. നമുക്കത് നമ്മളങ്ങോട്ട് ആകർഷിച്ചാലാണ് നമ്മളത് ചെയ്യുക, അല്ലെ? അപ്പൊ ഈ ക്രേവിങ്, രണ്ടാമത്തെ ശീലങ്ങൾ ഉണ്ടാവുന്ന ക്യൂ പറഞ്ഞു, ക്രേവിങ് എന്നുള്ളത് എന്താണ്? ആകർഷണമാകണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടെ. ഇപ്പൊ എന്റെ ആഗ്രഹം എമറാൾഡ് ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒരു റോയൽറ്റി ആവുക എന്നുള്ളതാണ്. സരള മാഡത്തിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ റോയൽറ്റി ആവുക. അപ്പൊ ഈ റോയൽറ്റി ആകുമ്പോൾ ഞാൻ സ്റ്റാർ പ്ലാറ്റിനം അല്ലെങ്കിൽ ഞാൻ ഒരു ഗോൾഡ് അച്ചീവർ ആയിട്ട് ആ ട്രോഫി വാങ്ങിക്കുമ്പോൾ ഒരു ആനന്ദം വരില്ലേ? ഒരു കണ്ണീരും ഒരു സന്തോഷവും അങ്ങോട്ട് വരും. തലേന്ന് ഒരു എന്താ പറയാ, നമുക്ക് ഭയങ്കരമായ ഒരു സന്തോഷം ഇറങ്ങി വരാറില്ലേ എന്നുള്ളത് പോലെ ഇത് ശാസ്ത്രത്തിന് പോലും അത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ്. ഇന്ന് നമ്മൾ അതിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ആ ലക്ഷ്യം കൈവരിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ ആലോചിച്ചാൽ നമുക്കതിന്റെ 10 ഇരട്ടി അഡ്രിനാലിൻ വരും എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഹോർമോൺ എന്താ പറയാ, ഡോപ്പമിൻ. അപ്പൊ അഡ്രിനാലിൻ റഷ് എന്നാണ് അതിന് പറയാ. ആ എഴുതിയ സെന്റൻസ് ഒന്ന് വായിച്ചു തരാം. അഡ്രിനാലിൻ റഷ് അഥവാ പ്രചോദനം ഉണ്ടാകുന്നത് ഡോപ്പമിൻ റിലീസ് ആകുമ്പോഴാണ്. നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണ് അത് കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് ആ ലക്ഷ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് കിട്ടുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനേക്കാൾ കൂടുതൽ ഡോപ്പമിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം ആകർഷണമാകണം, നമ്മൾ അത് ചിന്തിക്കണം. നമ്മൾ പറയും, എന്തായാലും പറയാ, മെഡിറ്റേറ്റ് ചെയ്യും, ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ എന്തായാലും പറയാ വിഷ്വലൈസേഷൻ, അഫർമേഷൻ, അല്ലെ? അത് നമ്മൾ ആവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്താഗതി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. ആലോചിക്കുന്ന, മെഡിറ്റേറ്റ്, നമ്മളതായി എന്നുള്ള ശീലം. ആ കാറ് യാത്ര ചെയ്യുന്നത്, നമ്മുടെ ഒപ്പം വലിയ വലിയ ടീം ഉള്ളത്, ആ കുറച്ച് ആളുകൾ, ഒരു ടീം പറയുന്നത് ആ ലീഡറാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് പറയുന്നത്, അദ്ദേഹം കാരണം ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്ത് രസമായിരിക്കും, അല്ലെ? മോശം ശീലങ്ങളെ അനാകർഷകമാക്കുക, നല്ല ശീലങ്ങളെ ആകർഷകമാക്കുക. ഒരാളുടെ ശീലം സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് വലിക്കുമ്പോൾ ചുമ വരികയാണ്, എൻ്റെ കുട്ടികൾക്ക് ശ്വാസം കോശം അടിച്ചു പോവുകയാണ്, പെട്ടെന്ന് മരിച്ചു പോവാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ ശീലത്തെ അനാകർഷകമാക്കണം, രസം കുറയ്ക്കണം. നല്ല ശീലങ്ങൾ അത് നല്ല കാര്യം കേട്ടോ, ഞാൻ ഉയരുന്നുണ്ട്, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ വളരുന്നുണ്ട് എന്നുള്ള ആകർഷകമാക്കാനുള്ള, അല്ലെ? ചില ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ആർസിയം ചെയ്യുന്നത്, ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. കഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെട്ടിട്ടോ വേണ്ടത്?
ചില ആളുകള് കഷ്ടപ്പെട്ടിട്ട് അല്ലെ എല്ലാം ത്യജിച്ചിട്ടാണ് ആർസ്യം ചെയ്യുന്നത്. ഈ എന്താ ചെയ്യ സാറേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ചിലർക്ക് വളരെ ഇഷ്ടമാണ് ആർസ്യം ചെയ്യാൻ, ആർസ്യം മീറ്റിംഗ് കേൾക്കാൻ, അല്ലെ അറിവുകൾ കിട്ടാൻ, അവിടെ പോയിട്ട് തമാശ ഒക്കെ പറയുമ്പോൾ ചിരിക്കാൻ. ചിലർക്ക് ചിരിക്കില്ല, മസിൽ പിടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പല ആളുകളും ആർസ്യം ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നമ്മള് അട്രാക്ഷൻ അഥവാ അപ്രോച്ച് അനുസരിച്ചാണ് ഉണ്ടാവുന്നത്. അട്രാക്ഷൻ നമ്മുടെ മുഖഭാവം. ചില ആൾക്കാർ മുഖം അയ്യോ എന്ത് രസാ. ചില ആൾക്കാർ പറയാറുണ്ട്, കഷ്ടപ്പെട്ട് സാർ ഒരു ഹോം മീറ്റിംഗ് നടത്താൻ വേണ്ടിട്ട് ഒരു ഡിസ്പ്ലേ വളമാണ് കഷ്ടപ്പെട്ട്. ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലായില്ലേ ഇവൻ അതിൽ അട്രാക്റ്റീവ് അല്ല എന്നുള്ളത്, ഇവ എപ്പോ വേണമെങ്കിൽ വിട്ടു പോവാന്നുള്ളത്. ലീഡറിനെ വിളിച്ചിട്ട് എന്നും ഇവന്റെ ഈ കാര്യമാണ്. അത് നമ്മുടെ ടീമിൽ ചേർന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നിന്നൊക്കെ മേയ്ക്കുന്നത്, അറിയോ നിനക്ക്? കഷ്ടപ്പാടാണ് പറയാൻ നോക്കുന്നത്. കഷ്ടപ്പാട് പറയരുത് നമ്മൾ പറയണം. ആരടുത്ത് പറയണം? എന്തെങ്കിലും പ്രശ്നം വന്ന് ആരോട് പറയണം? ലീഡറോട് വളരെ പേഴ്സണൽ ആയിട്ട് പറയണം. അല്ലെ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ആ ഒരു കഷ്ടപ്പാട് പറയരുത് എന്നുള്ളതാണ്. ഒരു ലേഡി, നമ്മുടെ ഒരു ഉദാഹരണമാണ്, നോക്കിയോട്ടെ. ആള് പറയാണ്, ഞാൻ രാവിലെ നേരത്തെ എണീക്കണം, വളരെ പുലർച്ചെ 4 മണിക്ക് എണീക്കണം, കുട്ടികൾക്കുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ, ഭർത്താവിനുള്ളത്, വീട്ടിലത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യണം. എന്നിട്ടാണ് ആർസന മീറ്റിംഗ് പോകുന്നത്, മീറ്റിംഗ് എടുക്കുന്ന ആളുകളെ കാണുന്നത്, ആളുകൾ ജോയിൻ ചെയ്യുന്നത്, ഷോപ്പിൽ കൊണ്ടുവരുന്നത്, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്. കഷ്ടപ്പാടാണ് സാറേ. രണ്ടാമത്തെ ആളിങ്ങനെ പറയണേ, സാറേ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യും, അതിന്റെ ഒപ്പയ്ക്ക് ആർസന ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മനോഭാവം മാറി ടീം. അല്ലേ, ആളെ കാണുമ്പോ ആളുകൾ ബാക്കിലോട് കൂടും. അല്ലെ, ഷൈമ മാഡം, ഇഷ്ടം പോലെ ലേഡി ലീഡേഴ്സ്, ഇഷ്ടം പോലെ ആളുകൾ, അവരെ കണ്ടിട്ട് ആളുകൾ വരുന്ന രീതിയിൽ മാറി. എന്തുകൊണ്ടാ അല്ലെ? അവരുടെ മനോഭാവം ഉള്ളതൊന്ന് മാറി. അല്ലെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വീൽ ചെയർ മാൻ, ഒരു വീൽ ചെയറിൽ ഒരാൾ കാണാൻ നമുക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷെ ആൾക്ക് നടക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പറയും അയ്യോ വീൽ ചെയറിലാണല്ലോ. പക്ഷെ ആളെന്താന്ന് പറയണേ, വീൽ ചെയർ ഉള്ളതുകൊണ്ടോ സുഹൃത്തെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, എനിക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ആ വീൽ ചെയർ വന്നതുകൊണ്ടാണ്, എനിക്കൊന്ന് പുറത്ത് 2 കാഴ്ചകൾ കാണാനും പോകാനും സഞ്ചരിക്കാനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീൽ ചെയർ ഉള്ളതുകൊണ്ടാണ്. മനോഭാവത്തിലാണ് വ്യത്യാസം. അല്ലെ, അപ്പൊ മറ്റേ വീൽ ചെയറുള്ള വ്യക്തി അയ്യോ എന്നെല്ലാം പോയി എന്ന് ചിന്തിച്ചാലോ, കഴിഞ്ഞു. അപ്പോ നമ്മൾ എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. എന്റെ ആർസ്യം എനിക്ക് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എന്ന് ചിന്തിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാം. ആളുകൾ നോ പറയും, നമ്മൾ ആർസ്യം കൊണ്ട് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. അപ്പൊ നോ പറയുമ്പോൾ നമ്മൾ ഡിമ്മാവരുത്. അപ്പൊ നമ്മൾ നോ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യെസ്, എന്ത് ചെയ്യണം, എന്റെ കഴിവ് കൂടി. ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി, ഒരു ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയാമെന്ന് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഇത് ഞാൻ ലീഡറോട് ചോദിച്ച് ഞാൻ പഠിച്ചതിന് ഉത്തരം പറയും. നമ്മൾ വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെ, അപ്പൊ അവബോധം സൃഷ്ടിക്കുക, ഭാവി ജീവിതത്തിന് ഗുണനിലവാരം കൂട്ടുക. അല്ലെ, പിന്നെ നമ്മൾ നല്ല നല്ല രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ മെച്ചപ്പെടുക എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. നോ കിട്ടുമ്പോൾ കൂടുതൽ കാര്യം പഠിക്കാൻ പറ്റി. അല്ലെ, JRC നമ്മൾ പഠിച്ചു, നോ കിട്ടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യെസ് കിട്ടുമ്പോൾ ബിസിനസ് കൂടി. ഒന്നില്ലെങ്കിൽ പോക്കറ്റ് വലുതാവും, അല്ലെങ്കിൽ നമ്മുടെ അറിവ് കൂടും. ഏതെങ്കിലും ഒന്ന് കൂടും. അപ്പൊ നല്ല കാര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരാളോട് പറയുക, ഒരു മീറ്റിംഗ് കേൾക്കുക, എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു ഉയർച്ചയാണ് അവിടെ ഉണ്ടാവുന്നത്. അല്ലെ, ഒന്നില്ലെങ്കിൽ അറിവ് കൂടും, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് കൂടും, അല്ലെങ്കിൽ PV കൂടും, ഏതെങ്കിലും ഒന്നുണ്ടാവും. അതാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. യെസ്, അപ്പൊ നമ്മള് ഏതാണ് പഠിച്ചത്? ഇപ്പോ സൂചന കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആഗ്രഹം കഴിഞ്ഞു, ആഗ്രഹം അട്രാക്റ്റീവ് ആക്കണം. മൂന്നാമത്തതാണ് റെസ്പോൺസ്. എന്താണ് റെസ്പോൺസ്? ഈ റെസ്പോൺസ് എന്ന് വെച്ചാല് പ്രവർത്തനം. ആക്ഷൻ പ്ലാൻ പറയുമ്പോൾ ആളുകളുടെ മുഖം ചുളിയും. എല്ലാ പ്രോഗ്രാം അവസാനമാണ് ആക്ഷൻ പ്ലാൻ പറയാ, അപ്പൊ ഇതിന് മുഖം അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ ആക്ഷൻ പ്ലാൻ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോയിന്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ആക്ഷൻ എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കണം. അല്ലെ, വളരെ എളുപ്പമായിരിക്കണം. RCO നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെ, എളുപ്പമുള്ള കാര്യങ്ങളല്ലേ പെട്ടെന്ന് ചെയ്യാം, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. അല്ലെ, ഒരു വീഡിയോ ഓണാക്കിയിരിക്കുക, നമ്മളവിടെ പോയി കാണാൻ നല്ലത് ഒരു കോൾ ചെയ്യണം, അപ്പൊ നമ്മൾ കോൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ എളുപ്പമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അല്ലേ. ഫസ്റ്റ് ആളുകൾ നടക്കുകയായിരുന്നു, അപ്പൊ നടക്കുമ്പോൾ സ്പീഡ് കുറവാണ്, അപ്പൊ പെട്ടെന്ന് എത്തണമെങ്കിൽ കാളവണ്ടി വേണമെന്ന് പഠിച്ച്, അപ്പൊ കാളവണ്ടിയിലായി യാത്ര. അപ്പൊ കാളവണ്ടി കൊണ്ടുവന്ന പിന്നെ ഇതിനും പെട്ടെന്ന് സൈക്കിൾ പറ്റും, അപ്പൊ സൈക്കിളിലായി. പിന്നെ സൈക്കിളിനായിട്ട് സ്പീഡ് ബൈക്കിനുണ്ട്, പെട്ടെന്ന് എത്താനും കാര്യം നടക്കാൻ എളുപ്പമാക്കാനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കണ്ടോ? പിന്നെ കാറായി, ട്രെയിനായി, ഫ്ലൈറ്റായി. അല്ലെ, ഇവിടെ എളുപ്പമാവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആശയം എന്നുള്ളത് എളുപ്പമാവണം. നോക്കിയോ, എങ്ങനെ പറഞ്ഞുതരാം നോക്കിയോ. ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് റിസൾട്ട് ഉണ്ടാകും, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ശീലം രൂപപ്പെടും. നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ പിന്നെയും നമ്മൾ ആവർത്തിച്ച് ചെയ്യും, അത് നമ്മുടെ ശീലമായിട്ട് മാറും. ഒരു ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ വുമൺ കഴിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പൊ എന്താ, വെള്ളം കുടിക്കുക, എളുപ്പമുള്ള കാര്യങ്ങളാണ് ശീലമായിട്ട് രൂപപ്പെടുള്ളൂ. അപ്പൊ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ആക്ഷൻസ് അച്ചീവബിൾ ആയി മാറ്റണം.
എന്നുവെച്ചാല് ഇപ്പൊ 5000 PV ചെയ്യുക, തുടക്കക്കാരൻ ചിലപ്പോൾ ബുദ്ധിമുട്ടോ 1000 PV ആയിരിക്കും. പക്ഷെ പതുക്കെ പതുക്കെ അവൻ എല്ലാ ദിവസവും ചെയ്ത് അച്ചീവബിൾ ആയ കാര്യങ്ങളായി മാറ്റി അല്ലെ. എത്ര ആളുകൾ 5000 PV ചെയ്യാറുണ്ട്? ഒരുപാട് ആളുകൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു അയ്യോ സാർ 5000 PV ഒക്കെ എങ്ങനെ ഒരു മാസം ചെയ്യാന്ന് പറഞ്ഞ ആളുകൾ വർഷങ്ങളായിട്ട് 5000 PV അല്ലെ. സൈലേന്ദ്ര മാഡം, സൈലേന്ദ്ര മാഡത്തിനെ കുറിച്ച് പിന്നെ പറയാല്ലേ. അവ വർഷങ്ങളായിട്ട് 5000 PV ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറി. ജിമോ സാർ വെരി ഗുഡ്. അപ്പോ എങ്ങനെയാണ് വന്നത്? തുടക്കത്തിൽ എളുപ്പമല്ലായിരുന്നു, പിന്നെ അത് പഠിച്ച് 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 ചെയ്ത് ചെയ്ത് അത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി അല്ലെ. വെരി ഗുഡ്. മോശം ശീലങ്ങളിൽ അകലമാണ് നിൽക്കേണ്ടത്. മോശം ശീലങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അകലം നിൽക്കണം. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മൊബൈൽ അഡിക്ഷൻ ഉള്ള വ്യക്തി കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും പ്രശ്നം മീറ്റിംഗിൽ ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. മീറ്റിംഗിൽ എന്താണ് ഇത്ര ഉറക്കം കിട്ടുന്ന സ്ഥലം വേറെ എവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും മീറ്റിംഗിൽ വരിക, ഉറങ്ങുക. ഹോം മീറ്റിംഗ് എടുത്തു തുടങ്ങിയ ആളുകൾ ഉറങ്ങും, അല്ലെങ്കിൽ ഹോൾ മീറ്റിംഗിൽ എടുത്ത് അപ്പം ഉറങ്ങും. അപ്പൊ എന്താ വിഷയം വെച്ചാല് രാത്രി ഉറങ്ങണില്ല, മൊബൈലാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. മൊബൈൽ നോക്കി 2 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങണത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്ന് ഉറങ്ങാതിരിക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈൽ റൂമിലേക്ക് കൊണ്ടുപോയില്ല എന്ന് തീരുമാനിക്കുക. മൊബൈൽ അകലെ വെക്കുക. റൂമിലേക്ക് എന്റെ മൊബൈൽ കയറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് പതുക്കെ നമുക്ക് നല്ല ഉറക്കം കിട്ടി തുടങ്ങും അല്ലെ. നമ്മുടെ നല്ല ശീലം എടുത്തു വരണം. നമ്മുടെ പുസ്തകം വായിക്കുന്ന ഒരാൾ പുസ്തകം വായിക്കണമെങ്കിൽ പുസ്തകം കാണുന്ന സ്ഥലത്ത് വെക്കണം. നോട്ട് ബുക്ക് കാര്യങ്ങൾ ഇതൊക്കെ വളരെ എടുത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഒത്തിരി സ്പീഡിൽ നമ്മൾ പോവേ നോക്കിക്കോട്ടോ. ഒന്നും ചെയ്യാതിരിക്കുന്നതിനൊക്കെ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. JRC ഒന്നും ചെയ്യണില്ല. ഇന്നലെ ഒരാൾ വിളിച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും JRCന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചൂടെ അല്ലെ? ആകെ ടീമിൽ 5 ആളല്ലേ ആക്റ്റീവായ ആളുകളുള്ളൂ. ഈ 5 ആൾക്കാർ വിളിച്ചൂടെ? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ശീലമായില്ല. ആർക്കും ശീലമായില്ല. എത്ര നേരം ചെയ്യുന്ന എന്നുള്ളതല്ല, പകരം ശീലം എത്ര തവണ ചെയ്യുന്നുള്ളതാണ്. ചില ആൾക്കാർ ഹോം മീറ്റിംഗ് നടത്തി രാവിലെ 10 മണിക്ക് എത്തി, ഹോം മീറ്റിംഗ് തുടങ്ങി 3 മണിക്കൂർ മീറ്റിംഗ് അവരെ മൊത്തം വെറുപ്പിച്ച് പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് 4 മണിക്ക്. അപ്പൊ ഇവര് ചിന്തിക്കുകയാണ്, അയ്യോ ഇനിയിപ്പോ ചായ വെക്കേണ്ടി വരുമല്ലോ, ചായക്ക് എന്താണോ പലഹാരം കൊടുക്കേണ്ടി വരിക. അത് ചായയും കുടിച്ച് പിന്നെയും സംസാരം തന്നെ. ടീം മൊത്തം ബിൽഡ് ചെയ്ത് രാത്രി 9 മണിക്ക് ചോറും കഴിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പിന്നെ അവരുടെ വീട്ടിൽ രണ്ടാമത്തെ ഹോം മീറ്റ് വെക്കായിട്ട് സമ്മതിക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടും നമ്മള്. അപ്പൊ വളരെ പെട്ടെന്ന് വേണം കാര്യങ്ങൾ നടത്താനായിട്ട്. ശീലം ഉണ്ടാക്കണമെങ്കിൽ എത്ര തവണ നമ്മൾ ചെയ്തു, ഹോം മീറ്റ് ചെയ്തു, എത്ര ചെയ്തു എന്നുള്ളതാണ്. വിളിച്ചിട്ട് 3 മണിക്കൂറൊക്കെ സംസാരിക്കണേ. കാമുകിമാരനെ ഇത്ര നേരം വിളിക്കണില്ലേ? ആർസിംകാര് വിളിച്ച് ഫോൺ വെക്കണില്ലല്ലോ. ഇതാ ഇപ്പൊ കംപ്ലൈന്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ആവരുതല്ലോ. സംഭവം രക്ഷപ്പെടാൻ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും. ഒരാള് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാം. എനിക്ക് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പക്ഷെ നമ്മുടെ ടോപ്പിക് ഇത്തിരി വലുതായി പോയോണ്ടാണ്. ഒരാൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാം. അപ്പൊ ആള് പറഞ്ഞ്, നിങ്ങൾ കേട്ട കാര്യം തന്നെ എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. അപ്പൊ ആള് എന്തായാലും എത്താൻ സമയം കുറെ എടുക്കും. എന്നൊരു പാട്ട് പാടാൻ വിചാരിച്ച ആള് പാട്ട് പാടാൻ മൊബൈലിൽ ഇങ്ങനെ ലിറിക്സ് എന്താണ് വരികൾ നോക്കി പാട്ട് പാടാൻ തുടങ്ങി. അപ്പൊ പാട്ട് ഇങ്ങനെ ആള് രസത്തിൽ മുഴുകി ഇങ്ങനെ പാടാം. അപ്പൊ ഓപ്പോസിറ്റ് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന ഒരാൾ ചോദിച്ചു, അല്ല ചേട്ടൻ ഇത്ര നന്നായി പാടുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ചേട്ടന് വല്ല റിയാലിറ്റി ഷോയിലോ സ്റ്റാർ സിംഗറിലോ അതൊക്കെ ഒന്ന് നോക്കിക്കൂടെ, അതിലൊക്കെ ഒന്ന് പാടിക്കൂടെ? അപ്പൊ ആള് ചോദിക്കണേ, എന്ത് പാട്ട്? അപ്പൊ ആൾ പെട്ടെന്ന് സന്തോഷമായി. നമ്മുടെ അടുത്തൊരു പുകഴ്ത്തിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അപ്പൊ ആൾക്ക് സന്തോഷേ, അത് ശരിയാണല്ലോ. അപ്പൊ എന്താണ് പാട്ട് അത്ര ഇഷ്ടമായിട്ടാണോ ചോദിച്ചാൽ പറഞ്ഞു, അല്ല അതാണെങ്കിൽ പിന്നെ യൂട്യൂബ് ഓഫ് ആക്കിയ TV ഓഫ് ആക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാറ്, നമുക്ക് ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചാനൽ മാറ്റിയെങ്കിലും ചെയ്യാലോ എന്ന്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പറയണം. അവർ കേൾക്കുന്നുണ്ടോ, മൈൻഡുണ്ടോ, അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന കൂടി ഇല്ല. അപ്പൊ ആ പാട്ടുകാരുടെ പോലെ ആവരുത്. നമ്മൾ അവർക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇവിടെ ശീലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളതാണ് 2 മിനിറ്റ് ടെക്നിക്ക്. 2 മിനിറ്റ് വായന തുടങ്ങണം. 2 മിനിറ്റ് വായിച്ചാൽ മതി. പക്ഷെ എന്നും ചെയ്യാന്നുള്ളതാണ് പ്രധാനം. എന്നും ചെയ്യാം. എനിക്ക് ക്ലാസ് കേൾക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. 2 മിനിറ്റ് ക്ലാസ് കേൾക്ക്. മെഡിറ്റേഷൻ 2 മിനിറ്റ് ചെയ്യും. പിന്നെ എന്താ ഓടാൻ പോണം, ഞാൻ ഷൂ ഒന്ന് കെട്ട്. ആ ഷൂ വെറുതെ ഷൂ ഒന്ന് കെട്ടിയാൽ മതി. ജിമ്മിന് പോകണം. നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക് ചെയ്യണം. പക്ഷെ ജിമ്മിൽ അവിടെ ഒന്ന് പോയിട്ടൊന്ന് ആശാനൊന്ന് കാണ്, ട്രെയിനറെ ഒന്ന് കാണ്. ഹോം മീറ്റിംഗ് വെക്കണം. സംസാരിക്കണം. ഒരു സ്വാഗതം പറയാൻ പഠിക്ക്. ഒരാളെ സ്വാഗതം ഒരു കമന്റ് പറയാൻ പഠിക്ക്. ഒരു മെസ്സേജ് എഴുതി വിടാൻ പഠിക്ക്. ചെറുത് അങ്ങനെ എല്ലാതും അല്ലെ. എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പറയാം. ഒന്നും ചെയ്യുക അല്ലെ. എല്ലാവരും പെർഫെക്ഷന്റെ ബാക്ക് കൂടെ പറഞ്ഞ ആൾക്കാരാ. നോക്കിക്കോ, ഈ ഒരു വർഷത്തിനുള്ള എല്ലാ ക്ലാസ്സും കേട്ട് നമ്മൾ പൊളിച്ച് കറക്റ്റ് പോയിന്റ് തവണ ഇങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ക്ലാസ് എടുത്ത് സാറേ പൊളിക്കാൻ എന്ന് പറഞ്ഞിട്ടിരിക്കണേ. എന്തെങ്കിലും പൊളിക്കണ കണ്ടോ അവര്? അപ്പൊ നിങ്ങൾ പെർഫെക്ഷൻ ഇല്ലാതെ എത്ര കൂടുതൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഞാൻ ചെയ്യുന്ന കാര്യം പെർഫെക്ഷൻ ഇല്ല, നോ പ്രോബ്ലം. ചെയ്യുന്നുണ്ടോ? പെർഫെക്ഷൻ ആയിട്ട് ഒരാൾ പോലും ക്ലാസ് എടുക്കണം ഞാൻ കണ്ടിട്ടില്ല.
പല ആൾക്കാരും പറഞ്ഞു സാർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. എവിടെ എവിടെ എത്താൻ പോകണില്ല. അവര് നിർത്തി പോവാ. ഞാൻ ടെക്നിക്കലായിട്ട് പോലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലീഡേഴ്സ് ആയിട്ട് എന്താ സാറേ തിരുത്തേണ്ടത്, ഇന്ന് എന്താ സാറേ തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഗവേഷണം നടത്തുകയാണ്. ഇനി എന്താണ് എങ്ങനെ അടിപൊളിയാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല എന്നുള്ളത് പഠിക്കും. നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നിങ്ങളെ ലിസ്റ്റ് ഇടണം അല്ലെ. രണ്ടാളെ ലിസ്റ്റ് ഇട്ടോ, ഒരാളെ വിളിച്ചോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തൂടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തൂടെ. ഇന്ന് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ശീലമായില്ല. അപ്പൊ ആർട്സ് നമ്മുടെ ശീലമായിട്ട് പതുക്കെ മാറണം, കൊണ്ടുവരാൻ. അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ജേണലിങ്. നമ്മൾ എഴുതുക, നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ എഴുതുക, ജേണലിംഗ് എന്നുള്ള കാര്യം നമ്മൾ ട്രാക്ക് ചെയ്യുക. നമ്മളെ തന്നെ ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് അറിയോ ഗൂഗിൾ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൽ ലൊക്കേഷൻ അടിച്ച് നോക്കിയാൽ, വെബ്സൈറ്റിൽ കയറി പോയാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു, മിനിഞ്ഞാന്ന് എവിടെയായിരുന്നു, 2 മാസം മുമ്പ് എവിടെയായിരുന്നു, ഫുള്ള് കാര്യങ്ങൾ ഗൂഗിൾ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഗൂഗിളിന് അറിയാം നിങ്ങൾ ഏത് ഭക്ഷണമാണ് കഴിക്കുക, ഏത് കാര്യങ്ങളാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുക, എത്ര നേരം നിങ്ങൾ മൊബൈലിൽ ഇരിക്കുന്നുണ്ട്, മൊത്തം കാര്യങ്ങൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഹെഡ്ഫോൺ വാങ്ങിക്കണം ചിന്തിക്കുന്നതിന് മുമ്പ് ഹെഡ്ഫോണിന്റെ പരസ്യം നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്. അതാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ ട്രാക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ എഴുതി നമ്മളെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ അത് കൊണ്ടുവരിക. ഇതാ ടു ഡു ലിസ്റ്റ് എഴുതുക. എത്ര ആൾക്കാർ എഴുതാറുണ്ട്? നാളെ എന്തൊക്കെ ചെയ്യണം ഇന്ന് എഴുതി വെക്കുക. ഇന്ന് രാത്രി എഴുതി വെക്കുക നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. മറ്റേത് ഒന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാട്ടാ, മഴ ഇല്ലെങ്കിൽ നോക്കാട്ടാ, വെയിലില്ലെങ്കിൽ നോക്കാട്ടാ, ലീഡർ വിളിച്ചാ പോവാട്ടാ, ലീഡർ ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് പോവാട്ടാ. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതൊക്കെ മാറണം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറണം. നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ്, ഈ നാളെ എന്തൊക്കെ ചെയ്യണം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി. നാളെ 2 ആളെ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ ഇതാ അവിടെ ഞാൻ ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യും, നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത ഈ വ്യക്തിയെടുത്ത് പോയി ഞാൻ പ്ലാന് പറഞ്ഞു കൊടുക്കും, മാർക്കറ്റിംഗ് പ്ലാൻ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ എത്ര രൂപയുടെ സെയിൽ ചെയ്യും. ഇന്ന് പ്ലാൻ ചെയ്യും. നമ്മൾ നാളെ ഇരുന്ന് പ്ലാൻ ചെയ്യും. നാളെ പ്ലാൻ ചെയ്യാൻ നടക്കുമോ? അങ്ങനെയൊന്നും നടക്കൂല. നോക്കിക്കോ, എല്ലാ ദിവസവും റിപ്പോർട്ട്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഈ ഒരു ശീലം കൊണ്ടുവന്നോളൂ. എല്ലാ ദിവസവും നിങ്ങൾ എന്താണോ ചെയ്തത് ആ റിപ്പോർട്ട് ലീഡർക്ക് അയച്ചു കൊടുക്ക്. ലീഡർക്ക് അയച്ചു കൊടുക്കൂ. ഇന്ന് എന്താണ് ചെയ്തത് ലീഡർക്ക് അയച്ചു കൊടുക്കൂ. നാളെ എന്താണ് ചെയ്യുന്നത് ലീഡർക്ക് അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ സാറേ ഇന്ന് 2-3 ആൾക്കാരെ വിളിച്ചു സാറേ, അല്ലെങ്കിൽ 1000 രൂപയുടെ സെയിൽ നടത്തി, ഈ ഷോപ്പിലേക്ക് പോയി. അപ്പൊ ആ കാര്യങ്ങൾ ലീഡർക്ക്, അപ്പൊ ലീഡറുടെ ഫോക്കസിൽ നിങ്ങൾ വരും ചെയ്യും. ലീഡർ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോഗ്രാം തരുന്നത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് പ്രോഗ്രാം വേണോ? നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലീഡറുടെ ഫോക്കസ് വേണമെങ്കിൽ ലീഡറായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനം, അപ്പൊ ഒന്നും ചെയ്തില്ല എന്നാലും പറഞ്ഞു സാർ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോ പ്രോബ്ലം. എല്ലാ ദിവസവും വോട്ട് കിട്ടണമെന്നില്ല, നമ്മൾ പറഞ്ഞു ഭൂരിപക്ഷം കിട്ടിയാൽ മതി വിജയിക്കാൻ. അപ്പൊ എല്ലാ ദിവസവും നോ പ്രോബ്ലം അദ്ദേഹം ചെയ്ത് പറയുന്നില്ല, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. റിപ്പോർട്ട് വേറെ ആൾക്ക് അദ്ദേഹത്തിന് മാറി കൊടുക്കാണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഹാബിറ്റ് സ്റ്റാക്കിങ്, ഹാബിറ്റ് ട്രാക്കിങ് നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ 3ാമത്തെ കാര്യം പറഞ്ഞു. അതിന്റെ കാര്യം പ്രതികരണം. വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ. 2 മിനിറ്റ് എളുപ്പമാക്കി അല്ലെ, 2 മിനിറ്റ് ടെക്നിക്ക് എളുപ്പമാക്കി. നമ്മൾ എളുപ്പമുള്ള പ്രതികരണം അല്ല, പ്രതികരണമാണ് നമ്മൾ ചെയ്യേണ്ടത്. 4ാമത്തേണ് പ്രതിഫലം. പ്രതിഫലം എന്നുള്ളത് സംതൃപ്തി ഉണ്ടായിരിക്കണം, സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു പ്രോഗ്രാം അതെന്ത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ, നമ്മളൊരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ ഒരു സ്റ്റാറായി, യെസ് സാറ്റിസ്ഫൈഡ് അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. ഒരു ഭക്ഷണം കഴിച്ചു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുത്തുക, അങ്ങനെ കൊണ്ടുവരുന്നുള്ള കാരണം. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ കിട്ടുന്നതിൽ ഇഷ്ടമുള്ള അല്ലെ. ഒരു മന്തി കഴിച്ചു അപ്പൊ തന്നെ നല്ല റിസൾട്ട് കിട്ടി, നല്ല അടിപൊളി മന്തിയായിരുന്നു. ഒരു സിഗരറ്റ് വലിച്ചു അപ്പൊ തന്നെ റിസൾട്ട് കിട്ടി, മദ്യം കഴിച്ചു അപ്പൊ തന്നെ റിസൾട്ട് കിട്ടി അല്ലെ. പെട്ടെന്ന് സന്തോഷം കിട്ടുന്നതിലേക്കാണ് നമ്മൾ കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ലോങ് ടൈം റിട്ടേണിൽ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്ന് റിസൾട്ട് തന്നത് ഭാവിയിൽ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ. ലോങ് ടൈമിൽ ലോങ് ടൈമിൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. പെട്ടെന്ന് കിട്ടാത്തത്, റിസൾട്ട് കിട്ടാത്തത് ലോങ് ടൈമിലാണ് നല്ലത് അല്ലെ. ഇന്നിപ്പോ ഈ ക്ലാസ് ഇട്ടാണ് എത്ര PV ഗ്രോത്ത് വരും? നാളെ ഒരു ഹോം മീറ്റിംഗ് ചെയ്തുകൊണ്ട് എത്ര PV ഗ്രോത്ത് വരും? വളരെ കുറച്ച് അല്ലെ. പക്ഷെ ഭാവിയിലോ, ഇപ്പൊ ഇന്ന് കാണുന്ന സ്റ്റാർ എമറാൾഡും റൂബിയും സ്റ്റാർ റൂബിയും എത്ര തുടക്കത്തിൽ ബിഗിനർ ആയിരുന്നു അല്ലെ. അവര് ഹോം മീറ്റ് ക്ലാസ് കേട്ടിരുന്നു, വളരെ മോശമായിട്ട് സ്വാഗതം പറഞ്ഞ ആളുകളാണ്, വളരെ മോശമായിട്ട് അല്ലെ. അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, പക്ഷെ അത് ഭാവിയിലാണ് റിസൾട്ട്. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞാൽ സ്മോക്കിംഗ് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ഡ്രിങ്ക്സ് ആൽക്കഹോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷെ ഭാവിയിലോ കരള് പോവും, അടിച്ചു പോവും അല്ലെ, ചുമരുമ്മ കയറുന്നാണ് ഞങ്ങൾ തൃശ്ശൂരുകാർ പറയാറ്. അങ്ങനെ ഇപ്പം സെൽഫ് റിവാർഡ്, സെൽഫ് പണിഷ്, അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. അപ്പൊ ഇന്ന് ഞാൻ RC ഒന്നും ചെയ്തില്ല, അങ്ങനെയാണ് സെൽഫ് പണിഷ് ചെയ്യാം. നിങ്ങൾ തന്നെ ചീത്ത പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ കറി ഇല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കും, എന്തെങ്കിലും ഒരു അടി നമ്മൾ കൊടുക്കുക.
ഇനി നമ്മൾ ചെയ്താൽ ഒരു ജോയിനിങ് കിട്ടി, അപ്പൊ നമ്മളൊരു മിഠായി കൊടുക്കുക. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ ഇല്ല സാറ് ഞാൻ അപ്പൊ ലീഡർ, അപ്പൊ നമ്മുടെ ടീമത്തെ ഒരാൾ ഒരു ജോയിനിങ് കൊണ്ടുവന്നാൽ ഒരു സെയിൽ നമ്മൾ പറയണം, "ആ മോനെ അടിപൊളി മോനെ" നമ്മൾ പറയണം. ഇതെന്താ വിഷയം എന്ന് വെച്ചാല്, നമ്മള് ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാനാണ്. ഞാനൊരു ബിഗിനർ കൊടുന്നു, അടിപൊളി അടിപൊളി, വല്ലവരും തെറ്റ് ചെയ്താലോ അത് ലീഡറിന്റെ തലയിലും. അപ്പൊ ലീഡർ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ബിഗിനർ വന്നാൽ മോനെ അത് അടിപൊളി മോനെ, നീ കൊണ്ടുവന്ന ആൾക്ക് അടിപൊളി മോനെ സൂപ്പർ എന്ന് പറയണം. ആ വ്യക്തിയും സൂപ്പർ, കൊണ്ടുവന്ന ആൾക്കും സൂപ്പർ. പക്ഷെ പണിയെടുത്ത് ചിലപ്പോൾ ലീഡർ ആയിരിക്കും, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ പറയണം, നിങ്ങളാണ് അടിപൊളിയായിട്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾ അച്ചീവ്മെന്റിലേക്ക് വന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് കുഴപ്പമില്ല, അത് എന്റെ ഉത്തരവാദിത്തമാണ്, അത് ഞാൻ ശരിയാക്കിക്കോളാം. അവരാണ് തെറ്റ് ചെയ്തത്, നോ പ്രോബ്ലം. പക്ഷെ ലീഡർ എന്താ ചെയ്യേണ്ടത്? ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അപ്പോൾ സെൽഫ് റിവാർഡ്, സെൽഫ് പണിഷ് അത് നമ്മൾ കൊണ്ടുവരാനായിട്ട് പറ്റിയ പെട്ടെന്ന് നമുക്കുണ്ട് ത്യാഗ മനോഭാവം മാറ്റുക. പല ആൾക്കാർ ആർസ്യം ചെയ്യുന്ന മുഖം കണ്ടു കഴിഞ്ഞാല് നമ്മൾ അവരെ പിന്നെ വിളിക്കില്ല. കംപ്ലൈന്റ് പെട്ടികളാണ് അവര്. പരാതി, എന്നും പരാതി അല്ലെ, ഭയങ്കര. ഹോം മീറ്റിംഗ് വെച്ച് അവർക്ക് വേണ്ടിയിട്ടാവും ലീഡർ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കുക. തൃശ്ശൂരിൽ നിന്നോ പാലക്കാട് നിന്നൊക്കെ ആളുകൾ വന്ന് സംസാരിക്കുന്നത്. പറയാം, ഞാൻ വിളിക്കുക 10 ആൾക്കാരെ കൊണ്ടുവന്ന ഞാൻ പടാപടല് ഭയങ്കര ബുദ്ധിമുട്ട് മാറ്റണം. ആ മനോഭാവം മാറിയിട്ട് വളരെ എളുപ്പമുള്ള അത് ഒരിക്കലും ടീമിൽ പറഞ്ഞു കൊടുക്കരുത്. വളരെ ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ടീമിൽ പറയേണ്ടത് എന്താണ്? എളുപ്പമാണ്, എന്നാലേ അവർ ചെയ്യുള്ളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ ആരെങ്കിലും ചെയ്യോ? ആരും ചെയ്യാനില്ല. ഇല്ല, ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ മസിൽ വരുമോ? 6 പാക്ക് വരുമോ? പെട്ടെന്ന് 6 പാക്ക് വന്നാൽ 6 പാക്കിൽ എന്ത് വാല്യൂ ഉള്ളത്? നാട്ടിലത്തെ എല്ലാവർക്കും 6 പാക്ക്. പിന്നെ 6 പാക്ക് ഉണ്ടായാലും എന്തില്ലെങ്കിൽ എന്ത് കാര്യമുള്ളത്? അപ്പൊ ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് എന്താ വിഷയം? അപ്പൊ തുടക്കത്തിൽ റിസൾട്ട് കാണില്ല. പക്ഷെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. തുടക്കത്തിൽ വ്യത്യാസം ഒന്നും കാണാനായിട്ട് പോകുന്നില്ല കേട്ടോ. യെസ്, കുറച്ച് കഴിഞ്ഞാൽ പ്രതിഫലം വേണ്ട, അതാണ് ഏറ്റവും വലിയ പോയിന്റ്. കുറച്ച് കഴിഞ്ഞാൽ പ്രതിഫലം തന്നെ വേണ്ട, പുതിയ സത്തം തന്നെ ഉത്തേജകമായി മാറും. GRCM കുറച്ച് ജിമ്മിൽ ഫസ്റ്റ് പോകുമ്പോൾ റിസൾട്ട് ഇല്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മസിലൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ പോകാനായിട്ട് തോന്നും. ഒരു റോയൽറ്റി അച്ചീവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലേക്ക് വരുമാനം വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് RCMലേക്ക് ഇറങ്ങാനായിട്ട് തോന്നും. ടെക്നിക്കൽ ചെയർ പിന്നെ പറയാൻ വേണ്ട. സഫയർ എന്താണ് പിന്നെ നിൽക്കാത്തത്? മാൻ ഓൺ വീൽസ് ആണ്, പറക്കന്നെ. ബിനു സാർ എന്താ നിൽക്കാത്തത്? എവറി ഡേ RCM ആണ്. എന്തുകൊണ്ട് നിൽക്കാത്തത്? അവരെ കണ്ടാൽ തന്നെ അവർക്ക് RCM ചെയ്യാന്ന് തോന്നും അല്ലെ. ഇപ്പൊ തുടക്കത്തിൽ വരുമാനമില്ല, അർഹിക്കുന്ന അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, വരുമാനം കിട്ടുന്നില്ല, സത്യമാണ്. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാലോ അത് നമ്മൾക്ക് കിട്ടുന്ന പൊന്നാട കിട്ടുന്നത് കാണുമ്പോ തന്നെ, ഒരു ടെക്നിക്കൽ അച്ചീവർ ആയ ശേഷം എനിക്ക് ഏത് പ്രോഗ്രാമിനോ ക്രോസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പൊന്നാട, അതിന്റെ അർത്ഥം പൊന്നാട അല്ലേ? അതാണ്. അപ്പൊ നമുക്ക് അത് കിട്ടുമ്പോ പിന്നെ നമ്മൾ പൊളിക്കാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറുകയാണ്, ചിന്തഗതി മാറി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മാറി. നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ പ്രചോദനമാണ്. എന്ത് നമ്മൾ ശരി, ഇത് ഞാൻ തന്നെയാണോ അന്ന് ഒരു 5000 PV ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർസിക്കാരെ മൊത്തം കുറ്റം പറഞ്ഞ് ഞാൻ തന്നെയാണോ? ഇപ്പൊ ഇത് മനസ്സിലാവും, നമുക്ക് നമ്മൾ തന്നെ മനസ്സിലാവണില്ല. നമ്മൾ സ്വന്തം ചോദിക്കുന്ന ചോദ്യങ്ങൾ കിട്ടാൻ നോക്കിക്കോ. ഒന്ന്, ഇത് RCM റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരമാണ് വരേണ്ടത്, വേറെ റിലേറ്റഡ് ഉത്തരം വന്നിട്ട് ഒരു കാര്യമില്ല. നോക്കിക്കോ, മറ്റുള്ളവർ ജോലിയായും എനിക്കത് രസമായും തോന്നുന്ന കാര്യങ്ങൾ എന്ത്? 6 ബേസിക്കുന്നോ ആണ് കൂടുതൽ ഉത്തരങ്ങൾ വരേണ്ടത്. മറ്റുള്ളവർക്ക് ജോലിയായും എനിക്ക് രസമായും തോന്നുന്ന RCM കാര്യം എന്ത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് സമയം പോലും പറഞ്ഞാൽ സമയം തന്നെ ആലോചിക്കാറില്ല, അങ്ങനെ സമയം മറന്നു പോകുന്നത്, അത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ്? 3, എവിടെയാണ് ഞാൻ ശരാശരി വ്യക്തിയേക്കാൾ നന്നായി പ്രവർത്തിക്കുന്നത്? ഒരു വ്യക്തിയേക്കാൾ മറ്റേനേക്കാൾ ഇതിനും ഞാൻ അടിപൊളിയായിട്ട് ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ അത് 6 ബേസിക്കലി ഏത് പോയിന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് വരാറ്? പിന്നെ 3, ഏതാണ് നിങ്ങൾക്ക് സ്വാഭാവികമായി വരുന്നത്? വളരെ നാച്ചുറലായിട്ട് നടക്കും, അത് എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞാൻ പ്രിപ്പയർ ചെയ്യണം, അത് ഞങ്ങൾ പോയി ഞാൻ തകർത്തരാം. അങ്ങനത്തെ കാര്യം ഏതാണുള്ളത്? ഈ 4 കാര്യങ്ങളിലെ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ, അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ അടിച്ചു കയറും, പിന്നെ ഒന്നും നോക്കാനില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ശോധ പ്ലാനാ. RCMല് ഏറ്റവും ഇഷ്ടം ശോധ പ്ലാനാ. ആളുകൾക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുക, നമ്മൾ അതിൽ എക്സ്പേർട്ടായി മാറി. പറഞ്ഞ് ആൾക്കാർ ഞാൻ ചോദിക്കും, ഞാൻ അവസാനം ഇത് ചോദ്യം ചോദിക്കുന്നില്ലേ? മറ്റേത് ഇങ്ങനെ ഫുള്ള് നെഗറ്റീവ് ഒക്കെ പറയില്ല ആൾക്കാർ, ഇത് നെഗറ്റീവ് പറയും. അമ്മാതിരി ലെവലിൽ കോൺഫിഡൻസ് ആയി നമുക്ക്. ആ ലെവലിൽ നമ്മളിങ്ങനെ മാറണം. അതൊന്ന് സ്വാഭാവികമായ കാര്യങ്ങളായിട്ട് എന്ത് ഈ ശോധ പ്ലാൻ എനിക്ക് മാറി എന്നുള്ളത്. 6 ബേസിക് എന്ന് ഉത്തരം പറയാം. ഓക്കെ, ഒരു ഇത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു കീ പോയിന്റ് ആണ്. ലാസ്റ്റ് നമ്മൾ പറയാണ്, നോക്കിക്കോ, ഒരു മിനിറ്റ് ജിമ്മിൽ പോയിട്ട് എന്താ നമുക്ക് കിട്ടും? ഒന്നും കിട്ടാല്ലേ, പക്ഷേ വ്യക്തിത്വം രൂപപ്പെടും. അതാണ് വേണ്ടത്. ഒരു കുറച്ചേരം ഒരു മീറ്റിംഗ് ഇരുന്ന് എന്താ നമുക്ക് കിട്ടും? ഒന്നും കിട്ടുന്നില്ല, പക്ഷേ നമ്മൾ ആ മീറ്റിംഗിന് കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ത് ചെയ്തു? രൂപപ്പെട്ടു. ഒരു സ്വാഗതം പറയുന്നതിലൂടെ നിങ്ങൾ മെയിൻ ആളാവോ? മെയിൻ സ്പീക്കറോ? ഇല്ല, പക്ഷെ അവിടെ വ്യക്തിത്വം രൂപപ്പെട്ടു.
യെസ്, ഞാൻ സംസാരിക്കുന്ന ആളാണ്, ആർസിഎംകാരനാണ്. വ്യക്തിത്വം രൂപപ്പെട്ടു, ഒന്നും ഉണ്ടാവുന്നില്ല, വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഒരു സെയിൽ ചെയ്യുന്നതിലൂടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പോൾ ചെറിയ കാര്യമാണെങ്കിലും അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോ കേൾക്കുന്നു, പി വി ഗ്രോത്ത് വരുന്നില്ല, നെറ്റ്വർക്ക് പക്ഷേ ഇതൊന്നും വന്നില്ല. നമ്മൾ നല്ല നെറ്റ്വർക്കറായി, നമ്മുടെ കപ്പാസിറ്റി കൂടി, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഡയമണ്ട് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന സ്ലൈഡ് വന്നു. താങ്ക് യു. അപ്പൊ ഇത്രയും ശീലങ്ങള് കൊണ്ടുവരിക, അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം, കുറച്ചു നേരം നമ്മൾ സംവദിച്ചു. ഇത് ഇത്തിരി ലോങ് സെഷനാണ്, ട്രെയിനിങ് സെഷൻ ആണ്. പിന്നെ എന്തായാലും എനിക്ക് സ്റ്റാർ ആൻഡ് അബോവില് ഇത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റിയില്ല. ഇവിടെയാണ് ഫുള്ള് പറയാനായിട്ട് പറ്റിയത്. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യും, ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ വിട്ട് 2 ചെവി ഉണ്ടല്ലോ, അതിൽ ഇഷ്ടമുള്ളത് കേൾക്കുക, ബാക്കിയുള്ളത് വിടുക. നിങ്ങൾ കമന്റുകൾ പറയുന്ന കാര്യം നിങ്ങൾ നിർത്താതിരുന്നാൽ, ആർസി നിർത്താതിരുന്നാൽ, ആർസി ആളുകളോട് പറയുന്നത് നിർത്താതിരുന്നാൽ എത്ര ആളുകൾ നമ്മുടെ ടീമിൽ വന്നേ. ആർസിഎമ്മിന്റെ സെയിൽ നിർത്താതിരുന്നാൽ എത്ര പി വി ജനറേഷൻ വന്നേ. ആർസിഎമ്മിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ നിർത്താതെ കേട്ടുകൊണ്ടിരുന്നാൽ ആർസിഎമ്മിൽ എത്ര അറിവുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയാനെ. നിങ്ങൾ ആർസിഎമ്മിലെ ട്രെയിനിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നിർത്താതിരുന്നാൽ എത്ര സംസാരിക്കുന്ന വ്യക്തി, ട്രെയിനർ ആകുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയാനെ. നമ്മൾ എന്ത് ചെയ്യണം, നിർത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആർസിഎമ്മില് ചെയ്യുന്ന കാര്യം നിരന്തരമായി ചെയ്യുക, നിർത്താതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ദിവസവും നമുക്ക് ആർസിഎമ്മില് വെറുതെ കളയാനുള്ളതല്ല. ആർസിഎമ്മിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനറായിട്ട് മാറണം, ആർസിഎമ്മിലെ ഏറ്റവും നല്ല ലീഡറായിട്ട് മാറണം, റോൾ മോഡൽ നമ്മൾ കാണുമ്പോൾ ഇൻസ്പിറേഷൻ ആയിട്ട് ആളുകൾ മാറണം. നമ്മുടെ പ്രിയപ്പെട്ട സായന്ത്രി മാഡം പോലെ അവർ കൊണ്ടുവന്ന വുമൻസ് ഡേയില് എല്ലാവർക്കും ഇൻസ്പിറേഷൻ എങ്ങനെ കൊണ്ടുവന്നു, ഐ ഡോണ്ട് നോ അല്ലേ. അത് നമുക്ക് കാണാൻ നമുക്കൊരു പ്രചോദനമാണ്. അപ്പൊ നിർത്താതിരുന്നാൽ, ഇവിടെയാണ് പോയിന്റ്. ചില ആളുകൾ 100 വുമൺ ചെയ്തു, ടാർഗറ്റ് കഴിഞ്ഞു, ഇനി ആ പരിസരത്തേക്കില്ല. നിർത്താതിരുന്നാൽ എത്ര ആളുകളുടെ HP ലെവൽ ഇന്നും നമുക്ക് നോർമലാക്കാനായിട്ട് പറ്റിയായിരുന്നു. ചെയ്യാം. അപ്പോ നമ്മൾ നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമ്മൾ ഒരിക്കലും എന്റെ ടെക്നിക്കൽ അച്ചീവ് ഇതൊന്നുമല്ല, ഒരു പത്താമത്തെ പടിയിൽ ഒരു പടിയായിട്ടുള്ളൂ. 10ാമത്തെ പടി കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ പരിശ്രമം തുടരുക തന്നെ ചെയ്യും. എത്ര വലിയ ആർസിഎമ്മിലെ വേദികളോ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. കുറച്ച് സമയം നീണ്ടുപോയി, ഞാൻ 1 മണിക്കൂർ എടുക്കാറുള്ളൂ, പക്ഷെ സ്ലൈഡ് ഇത്തിരി വലുതായതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമയോടെ ഇരിച്ചു. ഒരുപാട് ആളുകൾ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ജാനകി മാഡം എത്ര നേരെ, വെരി ഗുഡ്. സർല മാഡം, സൈന്ദ്രി മാഡം, ഇഷ്ടം പോലെ നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മല മാഡം, ബിനു സാറ്, വെരി ഗുഡ്. അപ്പൊ ഇവരാണ് സ്പെഷ്യൽ ഹീറോസ് അല്ലെ. ഇവർക്ക് ഈ ശീലമുണ്ട്, ഇവരെന്തായാലും വിജയിക്കും. ആർസിഎം എഴുതിയെടുത്ത ആളുകളാണ്, അവരൊക്കെ എന്തായാലും വിജയിക്കും. കമന്റ് ഇടുന്ന ആളുകൾ, മീറ്റിംഗ് കേൾക്കുന്ന ആളുകൾ, എല്ലാവരും ആർസിഎമ്മിലെ വലിയ വലിയ പൊസിഷൻ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ആർസിഎം.